ആ 12 മാസങ്ങളുടെ നാമങ്ങളെ വ്യക്തമായി അല്ലാഹു തആല ഖുർആനിൽ പറയാതെ വ്യംഗ്യമായി സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ 4 മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാൾ ബഹുമതിയുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട് എന്ന് ഈ ഉമ്മത്തിനെ ഖുർആൻ ബോധ്യപ്പെടുത്തുകയും ആ 4 മാസങ്ങളുടെ പേര് പോലും ഖുർആൻ പറയാതെ വിട്ടുകളഞ്ഞ് അതിനപ്പുറം ഒരു മാസത്തിന്റെ അഥവാ ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസം എന്നറിയപ്പെടുന്ന റമദാൻ മാസത്തിന്റെ പേര് മാത്രമാണ് ഖുർആൻ പ്രതിപാദിച്ചത്. ആ മാസത്തിന്റെ പേര് മാത്രമാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഖുർആൻ ഒരു മാസത്തിന്റെ പേരെടുത്ത് പറയുമ്പോ, ഖുർആനിൽ അത് ഉൾപ്പെടുത്തുമ്പോ അതിന്റെ ബഹുമതിയും അതിന്റെ ആദരവുകളും മനസ്സിലാക്കാൻ അത് ധാരാളമാണ് എന്ന് നമുക്ക് ബോധ്യമാണ്. വിശുദ്ധ ഖുർആനിലെ 2ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185ാമത്തെ ആയത്താണ് നിങ്ങളെ ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ചത്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം. റമളാൻ എന്ന് മാത്രം പറയരുത്, നിങ്ങൾ മാസത്തെ ചേർത്ത് ശഹ്റു റമളാൻ എന്ന് പറയണമെന്ന്, ശഹ്ർ ചേർത്തുകൊണ്ട് റമളാനിനെ ഉപയോഗിക്കണമെന്ന് പോലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖുർആനിന്റെ അദബിനെ അംഗീകരിക്കലാണ്. ആ മാസം കടന്നു വരുമ്പോൾ ഈമാനുള്ളവന്റെ മനസ്സ് അമിതമായി സന്തോഷിക്കുകയാണ്. അത്തരമൊരു സന്തോഷത്തിന് പോലും അല്ലാഹുവിന്റെ അടുക്കൽ അനിർവചനീയമായ പ്രതിഫലമുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത കൂലിയുണ്ട്. റമദാൻ വരുന്നു എന്നറിയുമ്പോ ഈമാനും തഖ്വയുമുള്ളവന്റെ മനസ്സ് ആനന്ദം കൊള്ളുകയാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ ഫരിഹ ബിദുഖൂലി റമളാൻ. റമളാൻ മാസം കടന്നു വരുന്നു എന്നതിൽ ആരെങ്കിലും സന്തോഷമുള്ളവനായി ആഹ്ലാദമുള്ളവനായ അവന്റെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്ന് റബ്ബ് നോക്കുക. റമളാൻ കടന്നു വരുന്നു, റമളാൻ മാസം കടന്നു വരുന്നു എന്ന വിവരം ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുഅ്മിനത്തായ മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, അറിയുമ്പോ അവന്റെ മനസ്സിന്റെ ഉള്ള് സന്തോഷിക്കുന്നുണ്ടോ, ആഹ്ലാദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ആ ഒരു സന്തോഷം കൊണ്ട് തന്നെ അവന്റെ ശരീരം നരകത്തിൽ നിന്ന് ഹറാമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് നമുക്കാർക്കും മറ്റൊരാളെ അറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. റമദാൻ വരുമ്പോൾ എന്റെ മനസ്സെവിടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്കറിയാവുന്ന ഒരു സത്യം. നമ്മളിൽപ്പെട്ട ഓരോരുത്തർക്കും, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും അറിയാം. മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന റജബിന്റെ പൊൻപുലരി മുതൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണം. റമളാനിലേക്ക് ഞങ്ങൾ ആ ബറക്കത്തോടെ, ആയുരാരോഗ്യത്തോടെ, തഖ്വയോടെ എത്തിച്ചു തരണം എന്ന് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തപ്പോ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാസത്തിന്റെ വരവിനെ വിളംബരം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥലമാകുന്ന അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാകുന്ന പള്ളിയുടെ മിഹ്റാബുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുകയും നമ്മളൊക്കെ അതിന് ആമീൻ പറയുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ആ റജബിന്റെ ആ ദുആ കേൾക്കുമ്പോൾ തന്നെ റമളാൻ അടുത്തെത്തിയിട്ടുണ്ട് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുകയും അവനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അവന്റെ ഖൽബിൽ രൂപപ്പെടുകയും ചെയ്യും. എന്തിനാണ് ആ സന്തോഷം? ഈ മാസത്തിന്റെ മഹാത്മ്യം ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ മൊത്തത്തിൽ 1-ാം ആകാശത്തിലേക്ക് ഇറക്കി വെക്കാൻ തെരഞ്ഞെടുത്ത ഒരു രാവ് ആ മാസത്തിലുണ്ട്. ആ രാവിനെ കുറിച്ചാണ് ഖദറിന്റെ രാവ് എന്ന് ഖുർആൻ നമ്മളോട് വിളിച്ചു പറഞ്ഞത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങൾ പുണ്യം ചെയ്താൽ എത്താൻ കഴിയാത്ത അത്രമാത്രം പുണ്യകരമായ പുണ്യങ്ങൾ പൂത്തുലയുന്ന ഒരു രാവാണ് ഖദറിന്റെ രാത്രി. ആ രാത്രി ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ് റമളാൻ മാസം. ആ ഖദറിന്റെ രാത്രിയിലാണ് വിശുദ്ധ ഖുർആനെ അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് ഇറക്കി വെച്ചത് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ആ മാസത്തെ തെരഞ്ഞെടുത്തത്. ലോകത്തുനിന്നും ആകാശലോകത്തു നിന്നും
ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ സാംസ്കാരികമായ മാറ്റത്തിനു വേണ്ടി, ദീനിയായ മാറ്റത്തിനു വേണ്ടി, ധാർമ്മികമായ പുരോഗതിക്ക് വേണ്ടി അല്ലാഹു അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും, അത് തൗറാത്താവട്ടെ, സബൂറാവട്ടെ, ഇഞ്ചീലാവട്ടെ, ഫുർഖാനുൽ അദീമാകുന്ന വിശുദ്ധ ഖുർആനാകട്ടെ, എല്ലാ കിതാബുകളും ഭൂമിയിലേക്ക് ഇറക്കാൻ, അവതരിപ്പിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തത് ഈ ഒരു പുണ്യമായ മാസമാണ്. റമദാൻ മാസമായിരുന്നു എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഇറങ്ങിയത് 4 കിതാബുകളും 100 ഏടുകളുമാണ്. പണ്ട് മദ്രസയിൽ നമ്മൾ പഠിച്ചാണ് 100 ഏടുകളാണ് ഭൂമിയിലേക്ക് അല്ലാഹു തആല മനുഷ്യന്റെ സാംസ്കാരിക മാറ്റത്തിന് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്തത്. 4 കിതാബുകളും ഇറക്കി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുഹ്ഫാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത ഏടുകൾ, ആ ഏടുകളെ അല്ലാഹു തആല ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് ഉൻസിലത്ത് അവ്വലു ലൈലത്തിൻ ഫീ ശഹ്രി റമദാൻ, റമദാനിന്റെ 1ാമത്തെ രാവിലായിരുന്നു എന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു മാസം. അതുകൊണ്ട് തന്നെ ആ മാസത്തിന്റെ മാഹാത്മ്യങ്ങൾ വളരെ വലുതാണ്. ഖുർആൻ മാത്രമല്ല, ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് അവതരിച്ച എല്ലാ ഇലാഹിയായ കിതാബുകളും ഏടുകളും ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കി വെച്ചത് റമദാൻ മാസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത ഏടുകൾ ഇറങ്ങിയത് റമദാനിന്റെ 1ാമത്തെ രാവിലാണെങ്കിൽ, മഹാനായിരിക്കുന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല തൗറാത്ത് ഇറക്കിക്കൊടുത്ത റമദാനിന്റെ 6ാമത്തെ രാവിലായിരുന്നു. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഏടുകൾ ലഭിച്ചിട്ട് ഏതാണ്ട് 700 കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത് ഭൂമിയിലേക്ക് അവതരിപ്പിച്ച റമദാനിന്റെ 6ാമത്തെ രാവിലെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുഹുഫുകളും അവിടുത്തെ ഏടുകളും, അവിടുത്തെ ഏടിറങ്ങുന്നത് വിശുദ്ധ റമദാനിന്റെ 1ാമത്തെ രാവിലാണെങ്കിൽ, കഴിഞ്ഞ ഒരു 700 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല തൗറാത്ത് ഇറക്കി കൊടുക്കുന്നതും ഇതേപോലെയുള്ള ഒരു പുണ്യമാസം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നാം സ്വീകരിക്കാൻ പോകുന്ന, അല്ലാഹു നമുക്ക് ആയുരാരോഗ്യത്തോടെ, തഖ്വയോടെ, ഈമാനോടെ, രോഗമുക്തമായ അവസ്ഥയിൽ ആ മാസത്തെ വരവേൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മാസത്തിന്റെ 6ാമത്തെ രാവിലാണ് തൗറാത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയത്. തൗറാത്ത് ഇറങ്ങിയിട്ട് ഏതാണ്ട് 500 കൊല്ലങ്ങൾ പിന്നിട്ടപ്പോ, തൗറാത്ത് അവതരിച്ചിട്ട് 500 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ, അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായിരിക്കുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ എന്നറിയപ്പെടുന്ന കിതാബ് ഇറക്കി കൊടുക്കുന്നത്. അത് റമദാനിന്റെ ഒരു 12ാമത്തെ രാവിലാണ്, 12ാം രാവിലാണ് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ലോകത്തുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ എല്ലാ കിതാബുകളെയും അള്ളാഹു ഇറക്കാൻ തെരഞ്ഞെടുത്ത മുബാറക്കായ ഷഹർ, ബറക്കത്തുള്ള ഷഹറാണ്, മാസമാണ് റമദാൻ മാസം. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിച്ചു 500 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സബൂർ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അത് റമദാനിന്റെ 12ാമത്തെ രാവിലാണ് എന്ന് ചരിത്രം പറയുമ്പോ, ആ സബൂർ അവതരിച്ച് ഏതാണ്ട് 1100 വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. 1100 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം ദീനിന്റെ ദഅവത്തുമായിട്ട് ലോകത്ത് വന്നപ്പോ, ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് വഴിവെളിച്ചം കാണിക്കാൻ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത ഇഞ്ചീൽ, ആ ഇഞ്ചീൽ ഇറങ്ങുന്നത് ഇതുപോലെയുള്ള, നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് പോലെയുള്ള സയ്യിദ് ശുഹൂറാകുന്ന, ഏറ്റവും ശരഫാക്കപ്പെട്ട മാസമാകുന്ന റമദാൻ മാസത്തിന്റെ 18ാമത്തെ രാവിലാണ് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. 18ാമത്തെ രാവിലെ ഇഞ്ചീൽ ഇറങ്ങുക, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയങ്ങളാണ്. വെറും ഖുർആൻ മാത്രം ഇറങ്ങിയത് കൊണ്ട് അത് മാത്രമാണ് റമദാൻ ഇറങ്ങിയത്, മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ ഏതൊക്കെയോ മാസങ്ങളിലാണ് എന്നല്ല. ഈ മാസത്തിന്റെ പേര് നേരത്തെ തന്നെ അല്ലാഹു തീരുമാനിച്ചതാണ്. പക്ഷേ ആ മാസത്തിൽ ഒരു മാസം പൂർണ്ണമായും നോമ്പനുഷ്ഠിക്കാനുള്ള കൽപ്പനയും അതിനെ ആദരിക്കാനുള്ള കൽപ്പനയും വന്നത് ഈ ഉമ്മത്തിനോട് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.
അപ്പോ ഇഞ്ചീൽ അവതരിച്ചതും ഇതേപോലെയുള്ള ഒരു റമദാൻ മാസം അതിന്റെ 18ാമത്തെ രാവിലാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഞ്ചീലാകുന്ന വേദഗ്രന്ഥത്തെ ലോകത്തിന് പഠിപ്പിക്കാൻ ഭൂമിയിലേക്ക് അയച്ച മഹാനായിരിക്കുന്ന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ വന്ന ദീനീ ദഅവത്ത് നിർത്തി കഴിഞ്ഞ് ആകാശലോകത്തേക്ക് ഉയർന്നു പോയിട്ട് ഏതാണ്ട് ഒരു 600 ചില്ലറ കൊല്ലം കഴിഞ്ഞപ്പോൾ ഖണ്ഡിതമായി പറയുന്നത് 620 കൊല്ലം 620 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മഹാനായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ വേദഗ്രന്ഥങ്ങളെയും ദുർബലപ്പെടുത്താൻ മാത്രം ശക്തിയുറ്റതായ നിലയിൽ ലോകത്തെ ഏറ്റവും അനിർവചനീയമായ നിസ്തുലമായ പ്രോജ്വലമായ മുഅ്ജിസത്തായി ലോകത്തേക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിക്കുന്നത് പ്രബലമായ അഭിപ്രായ പ്രകാരം റമദാനു ശരീഫിന്റെ 27ാമത്തെ രാവിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. 27ാമത്തെ രാവിലാണ്. എന്താ 27ാം രാവ്? 27ാം രാവാകാൻ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. വളരെ ശുഷ്കമായ സമയം. വളരെ ഇന്ന് നേരത്തെ നമ്മുടെ വാഴ നിർത്തിയില്ലെങ്കിൽ നാളെ നമ്മുടെ വാഴ നേരത്തെ തുടങ്ങാൻ കഴിയില്ല എന്നൊരു പ്രയാസം. അതുകൊണ്ട് ഒരു 10 മണിക്ക് കറക്റ്റ് നമ്മുടെ വാദം എല്ലാം അവസാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെ പറയുന്ന 27ാമത്തെ രാവ്. ഇപ്പോ നമ്മൾ പറഞ്ഞു വരും, ഇതൊരു ക്ലാസ്സാണ്, ഒരു ക്ലാസ്സാണ്. നമ്മുടെ മുമ്പിലുള്ള ആളുകൾ വളരെ സെലക്ടേഡ് മെമ്പേഴ്സ്, വളരെ സെലക്ടേഡ്, കുറെ വയല് കേട്ടവരാണ്. വയലിന്റെ വലിയ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രദേശമാണ് തുവക്കുന്നത്. അല്ലാഹു ആ അനുഗ്രഹം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാടും പടലും പറഞ്ഞിട്ട് നമ്മുടെ സമയം കളയണ്ട. കുറെ പഠിക്കേണ്ട കുറെ നമുക്ക് ഒരുപക്ഷെ നമുക്ക് അറിയുന്നതാകാം. ആ ചിന്തയെ ഒന്ന് ഉണർത്തുന്ന ചില കാര്യങ്ങൾ പറയാണ്. മുതഅല്ലിമീങ്ങൾ കൂടിയുള്ള സദസ്സാണ്. അതുകൊണ്ട് റമദാൻ മാസം എന്ന് പറയുന്നത് പ്രാമാണികമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമി ലോകത്തേക്ക് മനുഷ്യന്റെ മാനസികമായ ഈമാനികമായ മാറ്റത്തിന് വേണ്ടി അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഒരു മാസമാണ് റമദാൻ. ആ റമദാൻ മാസത്തിന്റെ 27ാമത്തെ രാവാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം ഖുർആൻ ഇറങ്ങിയത് എന്നാണ്. ഖുർആൻ ആ കാര്യം നമ്മളോട് പറഞ്ഞല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഈ ഖുർആനിന്റെ ആയത്തുകളുടെ കണക്ക്, അതിന്റെ കണക്ക് സൂചിപ്പിക്കുന്നത് ഖുർആൻ ഇറക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത 27ാം രാവ് എന്നാണ്. എങ്ങനെ പറയുന്നു? മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയെ, ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴാണ് പ്രവാചകരെ ഞങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ അവസാനത്തെ പാദം, അവസാനത്തെ 10 ഉണ്ടല്ലോ, ആ അവസാനത്തെ 10 21ാം രാവ് മുതൽ അവസാനിക്കുന്നവരെ ശവ്വാലിന്റെ പൊന്നമ്പളിക്കല ചന്ദ്രബിംബം വാനലോകത്ത് പ്രത്യക്ഷപ്പെട്ട് കാണുന്നത് വരെയുള്ള റമദാനിന്റെ അനുഗ്രഹീതമായ അവസാനത്തെ ദിനരാത്രങ്ങൾ, ആ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് നിങ്ങൾ റമദാനിൽ ലൈലത്തുൽ ഖദ്റിനെ കൂടുതലായി പ്രതീക്ഷിക്കേണ്ടത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ സഹാബാക്കൾ ചോദിക്കാണ്, നബിയെ, അതിൽ 21ാം രാവുണ്ട്, 23 ഉണ്ട്, 25 ഉണ്ട്, 27 ഉണ്ട്, 29 ഉണ്ട്, 5 രാത്രികളുണ്ടല്ലോ. ഈ 5 രാത്രികളിൽ അല്ലാഹു തആലാക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടത് എപ്പോഴാണ്? നമ്മളൊക്കെ അധ്വാനിക്കുന്നത് റമദാൻ 27ന്റെ രാവാണ്. അതിന് പ്രാമാണികമായ വല്ല പിൻബലവുമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ 7ആണ്. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റ സംഖ്യ ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ ഔതാർ. അല്ലാഹ് ഒരുവനാണ്, ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനാണ്. ആ ഒറ്റകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റ 7ആണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പല സൃഷ്ടികൾക്കും 7ന്റെ അക്കം കൊടുത്തത്. ഒരാഴ്ച ഒരു മാസത്തിന് ഏതാണ്ട് 4 ആഴ്ചകൾ പിന്നിടുമ്പോൾ ഓരോ ആഴ്ചയിലും 7 ദിവസങ്ങളാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. ദിവസങ്ങളുടെ എണ്ണം 7ആണ്. അതേപോലെ തന്നെ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് അവതരിപ്പിച്ച അവസാനത്തേതും ഏറ്റവും പ്രബലവുമായ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തുമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഫാത്തിഹ സൂറത്ത്, ആ ഫാത്തിഹ സൂറത്തിന്റെ ആയത്തുകളുടെ എണ്ണം
അത് 7 ആയത്തുകളാണ് അതിലുള്ളത്. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സൃഷ്ടിച്ചപ്പോ 7 അതിനെ പരിമിതപ്പെടുത്തിയത്. ഭൂമിയെ പടച്ചപ്പോൾ അവിടെയും 7 പരിമിതപ്പെടുത്തിയത്. ആകാശം 7 ഭൂമി 7 അതേപോലെ ആഴ്ചയുടെ ദിവസങ്ങളുടെ എണ്ണം 7. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹയുടെ ആയത്തുകളുടെ എണ്ണം 7 അതുകൊണ്ടും അവസാനിച്ചില്ല. നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വരുമ്പോ ആ മക്കളോട്, മാപ്പാനോട്, ഉമ്മയോട് പരിശുദ്ധ ദീനിന്റെ കൽപ്പനയുള്ളത് മുറൂ ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ. നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോ നിസ്കരിക്കാൻ അവരെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരണം. വാപ്പ നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ട്, ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് അവരിൽ നിന്ന് എന്റെ വാപ്പയും ഉമ്മയും സ്വീകരിച്ച് അനുഭവിച്ചുകൊണ്ട് പോരുന്ന ഒരു സ്വഭാവവും ഒരു സംസ്കൃതിയും അത് അള്ളാഹു ഒരു നിസ്കരിച്ചുകൊണ്ടുള്ള സംസ്കാരമാണ് എന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്ന മകനും മകളും കണ്ടുകൊണ്ട് ശീലിച്ചു വരണം. ആ ശീലം കുട്ടികളിൽ രൂഢമൂലമാകാൻ പിതാവിന്റെ, മാതാവിന്റെ പ്രേരണയുണ്ടാകണം, പ്രചോദനമുണ്ടാകണം. ആ പ്രേരണയും പ്രചോദനവും ഉണ്ടാകേണ്ടത് 7 വയസ്സ് മുതലാണ് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. 7 വയസ്സാകുമ്പോൾ നിങ്ങൾ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ആണാവട്ടെ പെണ്ണാവട്ടെ, നിസ്കാരം കൊണ്ട് മാത്രം പോരാ, ആ കുട്ടിയുടെ നിസ്കാരത്തിന്റെ ശുറൂത്തുകൾ ശീലിപ്പിക്കണം. ഔറത്ത് മറക്കുന്ന കാര്യം ശ്രദ്ധിപ്പിക്കണം. അതേപോലെ ഖിബ്ലക്ക് മുന്നിടുന്ന കാര്യം ശ്രദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ ആ കുട്ടിക്ക് നിസ്കാരത്തിന്റെ കൽപ്പന കൊടുക്കുന്ന പോലെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പരിപൂർണമായ പ്രചോദനങ്ങളും പ്രേരണകളും ഉമ്മയും ബാപ്പയും നൽകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ കുട്ടികൾക്ക് നിസ്കാരം കൊണ്ട് കൽപ്പന കൊടുക്കുന്ന ആദ്യത്തെ പ്രായപരിധി 7 വയസ്സാണ്. അത് 7 പരിമിതിപ്പെടുത്തിയത് റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് 7 റബ്ബിന് വല്ലാത്ത സ്നേഹമാണ്. ആകാശത്തെ പടച്ചപ്പോൾ 7 പടച്ചു, ഭൂമിയെ പടച്ചപ്പോൾ 7 പടച്ചു, ആഴ്ചയിലെ ദിവസങ്ങളെ പടച്ചപ്പോൾ 7 ക്ലിപ്തപ്പെടുത്തി. കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ട ആദ്യത്തെ പ്രായപരിധി 7 പരിമിതപ്പെടുത്തി. അതുകൊണ്ടും അവസാനത്തിലെ ഫാത്തിഹ സൂറയുടെ ആയത്തുകളെ 7 പരിമിതപ്പെടുത്തി. ഇങ്ങനെ 7 റബ്ബിന് വല്ലാത്ത മഹത്വം, വല്ലാത്ത സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇനിയും ധാരാളം തെളിവുകൾ ആ വിഷയമായി പറയാനുണ്ട്. ചുരുക്കുകയാണ്, 7 എന്ന് പറയുന്നത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അംഗസംഖ്യയാണ്. അതുകൊണ്ട് നിങ്ങളെ അവസാന തപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോ അതിൽ 7 ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് ഖുർആനിന്റെ തെളിവും പറഞ്ഞു. ഖുർആനിലെ തെളിവ് അല്ലാഹു തആല 114 സൂറത്തുകൾ, പ്രബലമായ അഭിപ്രായ പ്രകാരം ഖുർആനിൽ 114 സൂറത്തുകളാണുള്ളത്. പ്രബലമല്ലാത്ത ചില അഭിപ്രായത്തിൽ 113 അഭിപ്രായമുണ്ട്. ഖുർആനിൽ 113 സൂറത്തേ ഉള്ളൂ. അങ്ങനെ അഭിപ്രായം പറയുന്നവർ അവർ നമ്മളെപ്പോലെയുള്ള ആളുകളല്ല. ദീനിൽ അഭിപ്രായം പറയാൻ അധികാരമുള്ളവരും അതിന് അർഹതയുള്ളവരുമാണ്. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവർ പറയുന്നത് ഖുർആനിൽ സൂറത്തുൽ അംഫാൽ കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് തൗബയാണ്. 8-ാം അധ്യായം സൂറത്തുൽ അംഫാലാണ്. അംഫാൽ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ 9-ാം അധ്യായം എന്ന് എണ്ണപ്പെടുന്നത് സൂറത്ത് ബറാഅത്താണ്, തൗബ സൂറത്താണ്. അതിന്റെ ആരംഭത്തിൽ ബിസ്മി കൊടുക്കാത്തത് അത് രണ്ടും ചർച്ച ചെയ്യുന്ന വിഷയമൊന്നാണ്. അത് രണ്ടും കൂടി ഒരു സൂറത്തായി പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് ഖുർആനിൽ 113 സൂറത്തേ ഉള്ളൂ എന്ന് പറയുന്നു. അവർ പിഴച്ചവരൊന്നുമല്ല, അവർ വലിയ മഹാന്മാരാണ്. അള്ളാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുമാറാവട്ടെ. എന്തോ ആവട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട് എന്ന് പറയുന്നു. ആ 114 സൂറത്തുകളിൽ 8-ാമത്തെ 9-ാമത്തെ സൂറത്താണ് സൂറത്ത് തൗബ. അതേപോലെ തന്നെ 8-ാമത്തെ സൂറത്ത് സൂറത്തുൽ അംഫാൽ. ഇങ്ങനെ വിവിധങ്ങളായ സൂറത്ത്. 1 ഫാത്തിഹ, 2 അൽ ബഖറ, 3 ആലു ഇംറാൻ, 4 നിസാ, 5 മാഇദ. അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ അതിലെ ഓരോ സൂറത്തുകളിലും അല്ലാഹു തആല വിവിധങ്ങളായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വിവിധങ്ങളായ വിഷയങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സൂറത്തുൻ നിസാ പെണ്ണുങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ അതിർവരമ്പുകളെക്കുറിച്ചും മനോഹരമായി അനാവരണം ചെയ്യുന്ന ഇതിവൃത്തമാണ് സൂറത്തുൻ നിസായിലുള്ളത്. ഒരു പെണ്ണ് അവളുടെ
ജന്മസ്ഥ ശിശുവിന് അവൾ പ്രസവിച്ച നൊന്തുപെറ്റ പൈതലിന് എത്ര കാലം മുല കൊടുക്കണം, അവൾ എത്ര കാലം മുല കൊടുക്കാൻ ബാധ്യസ്ഥയാണ് എന്നതടക്കം നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ബന്ധപ്പെട്ടവരോ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് അവരുടെ അനന്തരസ്വത്തിൽ അവകാശമുള്ളത് ഏതൊക്കെ ക്രമത്തിലാണ് എന്ന് വളരെ വ്യക്തമായി വരഞ്ഞു കാണിക്കുന്ന ആശയങ്ങളും മസലകളും ഉൾക്കൊള്ളുന്നതാണ് സൂറത്തുൽ നിസാ. പെണ്ണുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വല്ലാതെ ശബ്ദിക്കുന്ന സൂറത്ത്, അതുകൊണ്ട് അതിന് സൂറത്തുൽ നിസാ എന്ന് പേര്. ഇങ്ങനെ ഖുർആനിൽ വിവിധങ്ങളായ വിഷയങ്ങളാണ് ചില സൂറത്തുകളുടെ ഇതിവൃത്തം. എന്നാൽ ഖുർആനിൽ അല്ലാഹു തആല ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്ത് അവതരിപ്പിച്ചു. അല്ല, ആ വിഷയം മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നുമില്ല. ഖുർആനിൽ പലയിടത്തും ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിന്റെ പോരിശ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സൂറത്തിൽ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം മാത്രമാണ് പറയുന്നത്. ആ സൂറത്താണ് നമ്മൾ സാധാരണ ഓതുന്ന മനഃപ്പാഠമുള്ള സൂറത്ത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹർ. ആ രാവിൽ നടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കുന്ന സൂറത്തിൽ അല്ലാഹു തആല ലൈലത്തുൽ ഖദർ എന്ന ഖുർആൻ അവതരിച്ച രാവിനെ കുറിച്ച് പറഞ്ഞ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവ് എന്നാണ്. ലൈലത്തുൽ ഖദർ എന്ന പദം 3 വട്ടമാണ് അല്ലാഹു തആല ഖുർആനിൽ ആവർത്തിച്ചത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹർ. 3 വട്ടം ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇതിനാ 3 വട്ടം ആവർത്തിച്ചത്. റമദാൻ 27-നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് പ്രാമാണികമായ വല്ല പിൻബലമുണ്ടോ? ഖുർആൻ പറയുന്നു ഉണ്ട്. റമദാൻ 27-ന് തന്നെയാണ് നിങ്ങൾ കൂടുതലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ആ ഖദറിന്റെ രാവിന്റെ പ്രത്യേകത പറയുന്ന സൂറത്ത് 3 വട്ടം ലൈലത്തുൽ ഖദർ ആവർത്തിച്ചതിൽ തന്നെ 27ന്റെ ഒരു സംഖ്യ അടങ്ങിക്കിടക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന് ഒറ്റ അക്ഷരത്തിൽ നമ്മൾ അറബിയിൽ എഴുതിയിട്ട് എണ്ണി നോക്കിയാൽ 9 അക്ഷരങ്ങളാണ് അതിലുള്ളത്. അത് 3 വട്ടം അല്ലാഹു ആവർത്തിച്ചിരിക്കുന്നു. അത് 3-നെ 9-നെ 3-ൽ ഗുണിച്ചു നോക്കിയാൽ 3 9 27. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയത് ഈ ഖദറിന്റെ രാവാകുന്ന 27 റമദാൻ 27ന്റെ രാവിലാവാൻ സാധ്യത കൂടുതലാണ്. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അംഗസംഖ്യ ഒറ്റ 7 അതിനെ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അവസാനത്തെ 10-ലാണ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10 ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ അവസാനത്തെ 10-ലുള്ള 7 27 ഖുർആൻ പ്രതിപാദിച്ച 3 വട്ടം 9 അക്ഷരങ്ങളുള്ള ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പദത്തെ ആവർത്തിച്ചു പറഞ്ഞതും 27-ലാണ് ഖുർആൻ അവതരിച്ചതിലേക്ക് സൂചനയാണ് എന്നൊക്കെ ഖുർആനിക പണ്ഡിതന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ആ ലൈലത്തുൽ ഖദറിന്റെ രാവ്, ആ ഖദറിന്റെ രാവ് 27-ാം രാവ് ഖുർആൻ മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഞ്ചീൽ അവതരിച്ചിട്ട് ഏതാണ്ട് 620 കൊല്ലം കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമദാൻ മാസത്തിന്റെ 27-ാമത്തെ രാവിലാണ് ഖുർആനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന ഖുർആനിന്റെ ക്രമീകൃത രൂപത്തിൽ 1-ാം ആകാശത്തിലേക്ക് ഇറക്കി വെച്ചത് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ സ്വാഭാവികമായിട്ടും കുറെ സംശയങ്ങൾ നമുക്കുണ്ടാകും. ഈ റമദാൻ മാസത്തിൽ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് റമദാൻ മാസത്തിന്റെ ബറക്കത്തുണ്ടായത്, പോലിസി ഉണ്ടായതെങ്കിൽ റമദാൻ അല്ലാത്ത മാസത്തിലും ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ മാസത്തിനും അതുപോലെ മഹത്വം കൊടുക്കേണ്ടതല്ലേ? അതിനാണ് മഹാനായിരിക്കുന്ന നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ ഭൂമിയിലേക്ക് അല്പാൽപമായി നബിയുടെ അടുക്കലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കാൻ അല്ലാഹു തആല അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് ഖുർആൻ മൊത്തത്തിലായി അല്ലാഹു തആല ഇറക്കി വെച്ചു. ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് 1-ാം ആകാശത്തിൽ മൊത്തത്തിൽ ഖുർആൻ ഇറക്കി വെക്കാൻ തെരഞ്ഞെടുത്ത രാവ് അത് റമദാൻ 27-ന്റെ ഖദറിന്റെ രാവായതുകൊണ്ടാണ് ആ രാവിന്റെ പ്രത്യേകത എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ എല്ലാ ഇലാഹിയായ കിതാബുകളും ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കി വെച്ചത് ഇത്രയും ബഹുമാനമുള്ള ഒരു മാസമായിരുന്നു. അതിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത്
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുഹുഫ്, അതേപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സബൂർ, മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇഞ്ചീല്, മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖുർആൻ, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ഇതെല്ലാം ഇറക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത റമദാൻ മാസമായതുകൊണ്ട് ആ മാസത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കണം. ഖുർആൻ അതിന്റെ പേര് അതുകൊണ്ടാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ റമദാൻ ഇങ്ങോട്ട് കടന്നു വരിക. അല്ലാഹുവേ, തൗറാത്ത് ഇറങ്ങിയ, ഇഞ്ചീൽ ഇറങ്ങിയ, സബൂർ ഇറങ്ങിയ, ഖുർആനുൽ അദീം ഇറങ്ങിയ, സുഹുഫുകളെല്ലാം ഇറങ്ങിയ ആ മാസം ഞങ്ങളിലേക്ക് വരാൻ. എന്തിന്റെ മാസം? ശഹ്റു തൗബ വശഹ്റുൽ മഗ്ഫിറ വശഹ്റു ഇത്ഖിൻ മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന മാസം. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന മാസം. പാപപങ്കിലമായ മനുഷ്യൻ 11 മാസം ജീവിച്ചപ്പോ ആ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന മാസം, എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു കൊടുക്കുന്ന മാസം. അതുമാത്രമല്ല, ശഹ്റുൽ റിളവാൻ, അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ കഴിയുന്ന മാസം, എല്ലാ നിലക്കും പുണ്യങ്ങളുള്ള മാസം. ഒരൊറ്റ രാവ് അധ്വാനിച്ചാൽ 1000 മാസം ഇബാദത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ മഹത്വം കിട്ടുന്ന ഒരു മാസം കടന്നു വരികയാണല്ലോ എന്നതിൽ ആരെങ്കിലും ഒരാളുടെ മനസ്സിൽ സന്തോഷമുണ്ടായാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരം ആ ഒരു സന്തോഷം കൊണ്ട് മാത്രം അല്ലാഹു നരകത്തിൽ നിന്ന് ഹറാമാക്കി കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ ആ ശരീരം നരകത്തിൽ പോകേണ്ടി വരില്ല. റമദാൻ വരുന്നല്ലോ എന്നതിൽ സന്തോഷിക്കുക. എന്തിനാണ് ആ സന്തോഷം? എങ്ങനെയാണ് നമുക്ക് ആ സന്തോഷം ഉണ്ടാകുന്നത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹാനായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് നബി പറഞ്ഞത്? ലൗ അലിമ ഉമ്മത്തി മാ ഫീ റമളാൻ, റമളാനിൽ എന്റെ ഉമ്മത്തികൾക്ക് ലഭിക്കാൻ പോകുന്ന പുണ്യങ്ങളും, റമളാൻ മാസത്തിൽ എന്റെ ഉമ്മത്തികൾക്ക് ലഭിക്കാൻ പോകുന്ന മഹാത്മ്യങ്ങളും മഹത്വങ്ങളും ബഹുമാനങ്ങളും അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളുടെയും ആഴവും അളവും എന്റെ ഉമ്മത്തികൾ അറിയുമായിരുന്നുവെങ്കിൽ ലതമന്നു അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ, എല്ലാ കൊല്ലം മുഴുവനുമുള്ള എല്ലാ മാസങ്ങളും റമദാനായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകുമായിരുന്നു. റമദാനിൽ എന്റെ ഉമ്മത്തികൾക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വങ്ങളും പോരിശകളും ബഹുമാനങ്ങളും പ്രതിഫലങ്ങളുടെയും ആഴങ്ങളും അളവും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാ മാസവും റബ്ബേ ഞങ്ങൾക്ക് റമദാനായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാരണം ലിഅന്നൽ ഹസനാതി ഫീഹി മുജ്തമഅ, എല്ലാ നന്മകളുടെയും സമ്മേളിതമായിരിക്കുന്ന ഘട്ടമാണ് റമദാൻ. എല്ലാ നന്മകൾക്കും ധാരാളമായി പ്രതിഫലം, എണ്ണമില്ലാത്ത പ്രതിഫലങ്ങളെ അല്ലാഹു തആല കൊടുക്കുന്ന മാസമാണ് റമദാൻ മാസം. വത്താഅതു മഖ്ബൂല, എല്ലാ ഇബാദത്തുകളെയും അല്ലാഹു തആല യാതൊരു നോട്ടവുമില്ലാതെ സ്വീകരിക്കുന്ന മാസമാണ് റമദാൻ മാസം. അതുമാത്രമല്ല വദ്ദുആഉ മുസ്തജാബ, എന്തെല്ലാം പ്രയാസങ്ങളും എന്തെല്ലാം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ മനസ്സിലുണ്ടോ അത് മുഴുവനും അല്ലാഹുവിനോട് നിരന്തരമായി നൈരന്തര്യമായി നമ്മൾ ദുആ ചെയ്തുകൊണ്ട് ഉത്തരം കിട്ടാതെ പ്രയാസപ്പെടുന്നൊരു ഘട്ടം വരുമ്പോ, അല്ലാഹുവേ ഞാൻ എങ്ങനെ ദുആ ചെയ്യണം, എപ്പോൾ ദുആ ചെയ്യണം, എവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് ആശങ്കപ്പെടുമ്പോ ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടുന്ന ഒരു സുവർണ വേളയായി റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തികൾ എന്ത് റബ്ബിനോട് ചൂഷണം കിട്ടും, ചെയ്യുന്ന പുണ്യങ്ങൾക്കൊക്കെ ഇരട്ടി ഇരട്ടി പ്രതിഫലം. ഏത് പുണ്യം ചെയ്താലും അതിന് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത. എന്ത് പ്രാർത്ഥന ചെയ്താലും അല്ലാഹു അതിന് ഉത്തരം ചെയ്യുന്നു. എന്തെല്ലാം മഹത്വങ്ങളാണ്. ഏത് അമൽ ചെയ്താലും അതിന്റെ ധാരാളമായി പ്രതിഫലം. ഒന്ന് ചെയ്താൽ ഒന്ന് ചെയ്ത കൂലിയല്ല. 70ഉം 700ഉം 70,000ഉം പ്രതിഫലമാണ് ഒരു ഇബാദത്ത് ചെയ്താൽ. അങ്ങനെ ധാരാളം ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസം. ചെയ്യുന്ന ഏതൊരു ഇബാദത്തുകളും അല്ലാഹു തള്ളിക്കളയാതെ പൂർണ്ണമായും സ്വീകരിക്കുന്ന ഒരു മാസം. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ഏത് നിലക്ക് നമ്മൾ ദുആ ചെയ്താലും
റമദാനും റബ്ബിന്റെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, ആ പ്രാർത്ഥനകൾക്കൊക്കെ പ്രാർത്ഥിച്ച് കൈമടക്കുന്നതിന് മുമ്പ് ഉത്തരം കിട്ടുന്ന ഒരു മാസം, അത്തരത്തിലുള്ളൊരു മാസം കടന്നു വരുമ്പോ വദ്ദുനൂബു മഗ്ഫൂറാ, മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മാസം. വൽ ജന്നത്തു മുതശാഖതുൽ ലഹും മുതശാഖതുൽ ലഹും, സ്വർഗ്ഗം അവരെ കൊണ്ട് മോഹിപ്പിക്കുന്ന ഒരു മാസം, സ്വർഗ്ഗം മനുഷ്യനെ കൊണ്ട് മോഹിപ്പിക്കുന്ന ഒരു മാസം. ആ മാസം കടന്നു വരുമ്പോ എന്തുകൊണ്ടും ഈമാനുള്ളവൻ കൽബ് കൊണ്ട് അൽഹംദുലില്ലാഹ്, റമദാൻ ഒരിക്കൽ കൂടി എനിക്ക് സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. മർഹബൻ മർഹബൻ ബിക യാ ശഹ്റ റമദാൻ, മർഹബൻ മർഹബൻ ബിക യാ ശഹ്റൽ ബറകത്തി വൽ ഇഹ്സാൻ, മർഹബൻ മർഹബൻ ബിക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ. മനുഷ്യരിങ്ങനെ ആ ദിവസം വന്നു കിട്ടാൻ വേണ്ടി മാനസികമായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. അവിടെയാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. റമദാൻ വരാണല്ലോ, എന്റെ ദുആകളൊക്കെ ഒന്ന് റബ്ബ് സ്വീകരിച്ച് കിട്ടുന്ന ഒരു മാസം, ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന മാസം, ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അളവറ്റ പ്രതിഫലം കിട്ടുന്ന മാസം, എന്ത് ഇബാദത്ത് ചെയ്താലും അല്ലാഹു തആല തള്ളിക്കളയാത്ത ഒരു മാസം. അല്ലാഹു നമുക്ക് ആ മാസത്തെ സ്വീകരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ആ മാസം കടന്നു വരുന്നല്ലോ എന്ന സന്തോഷത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷം ഉണ്ടായാൽ ആ സന്തോഷം റബ്ബ് നോക്കുകയാണ്. എന്നിട്ട് റബ്ബ് പറയാണ്, മലക്കളെ, ആ മനുഷ്യന്റെ ശരീരത്തിൽ ഞാൻ നരകത്തിൽ നിന്ന് ഹറാമാക്കിയിരിക്കുന്നു, ഇനി അയാൾ നരകത്തിൽ പോകേണ്ടതില്ല. അല്ലാഹു നമ്മളെ അതിൽ പെടുത്തി തിരുമാറാവട്ടെ. അല്ലേ? ഈ സന്തോഷം ഒരാൾക്കും പറഞ്ഞുണ്ടാക്കാൻ കഴിയുന്നതല്ല, അത് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്നതാണ്. എനിക്കങ്ങനെ സന്തോഷമുണ്ട്. റമദാൻ വരുമ്പോൾ എന്റെ മനസ്സെവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പഠിച്ചാൽ മതി. പടച്ചോനെ, റമദാൻ വരുമ്പോൾ എന്റെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടോ? ആർക്കൊക്കെ സന്തോഷമുണ്ടാകും, ആർക്കൊക്കെയാണ് സന്തോഷമില്ലാത്തതൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. അല്ലാഹു നമ്മളെ സന്തോഷിക്കുന്നവരിൽ, റമദാനിന്റെ വരവിൽ ആഹ്ലാദിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്തോഷമുണ്ടാക്കാൻ കാരണം? അത്രയുള്ള ചില ചിതറിയ ചിന്തകൾ മാത്രമാണ് സദസ്സിന് ഞാൻ സമർപ്പിക്കുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിനെ കളങ്കമറ്റ നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ആശീർവാദം കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച മഹാനായിരിക്കുന്ന റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല മഹാനവറുകളാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ പിതൃവ്യ പുത്രനാണ്. മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ നബി പറഞ്ഞത്? എന്താണ് റമദാനിൽ കിട്ടുന്ന മഹത്വമെങ്ങാനും പോരിശയെങ്ങാനും റമദാനിൽ കിട്ടുന്ന ബഹുമാനങ്ങളെങ്ങാനും എന്റെ ഉമ്മത്തികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊല്ലം മുഴുവനും റമദാനാകുമാകാൻ അവർ മനസ്സുകൊണ്ട് കൊതിക്കുമായിരുന്നു. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അതിൽ ചെയ്യുന്ന അഅ്മാലുകൾക്ക് അളവറ്റ പ്രതിഫലങ്ങൾ ലഭിക്കുന്നു. കാരണം ഒന്നത് തന്നെ. രണ്ടാമത്തേതോ, ഏതൊരു ഇബാദത്ത് ചെയ്താലും അല്ലാഹു അത് തള്ളിക്കളയാതെ സ്വീകരിക്കുന്നു. മൂന്നാമത്തേത്, ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് അവൻ കൈമടക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം ലഭിക്കുന്നു. നാലാമത്തേത്, ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും റബ്ബിനോടൊന്ന് ഏറ്റുപറഞ്ഞാൽ അല്ലാഹു തആല മുഴുവനും അത് പുറത്തു കൊടുത്തുകൊണ്ട് അവനെ പാപരഹിതമായ ഹൃദയത്തിന്റെ ഈമാൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൽബിന്റെ ഉടമയാക്കി മാറ്റിക്കൊടുക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, സ്വർഗം ആ മനുഷ്യന് വേണ്ടി മോഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യനെ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് സ്വർഗം കൊതിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലക്ക് അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്ത മാസമായതുകൊണ്ട് തന്നെ ആ മാസത്തിന്റെ വരവിൽ മനുഷ്യൻ മാനസികമായിട്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ ഒരു സന്തോഷമുണ്ടായോ എങ്കിൽ നിങ്ങളുടെ ശരീരം അല്ലാഹു നരകത്തിൽ നിന്ന് ഹറാമാക്കി കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടും കഴിഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, നൗമുസ്സായിരി ഇബാദത്തുൻ വസംതുഹു തസ്ബീഹ്. എന്നെ റമദാൻ മാസത്തിൽ വരെ നോമ്പെടുത്തു, സംസാരങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും പോയില്ല, നിസ്കാരം നിർവഹിച്ചു. എന്നിട്ട് വേണ്ടാത്ത സംസാരങ്ങൾക്കൊന്നും പോകാതെ അയാൾ കിടന്നുറങ്ങി. എന്നാൽ ഉറങ്ങിയാൽ തന്നെയും, ഒരു നോമ്പുകാരൻ കിടന്നുറങ്ങിയാൽ തന്നെയും ആ ഉറക്കന ഇബാദത്തിന്റെ പ്രതിഫലമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറങ്ങുന്നതിന് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒരു മാസം കടന്നു വരികയാണ്. ഉറങ്ങുന്നതിന് ഇബാദത്തിന്റെ കൂലി. നോമ്പെടുത്തുകൊണ്ട് കിടന്നുറങ്ങിയോ ഇബാദത്തിന്റെ കൂലിയാണ്. എന്തുകൊണ്ടെന്നറിയുമോ?
നോമ്പുറന്നിരിക്കേണ്ടത് ആനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവ് മറിയം റളിയല്ലാഹു തആല അൻഹ മഹദി അവരുകള് ഗർഭിണിയായപ്പോൾ ആളുകൾ മുഴുവനും കുറ്റം പറയാൻ തുടങ്ങി. യാ മറിയമ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക ബഗിയ. മറിയമേ, നിങ്ങളുടെ ഉമ്മ ഒരു തമ്മാടിത്തം ചെയ്യുന്നവളായിരുന്നില്ല, വാപ്പയമ്മ ഗണത്തിൽപ്പെട്ടവളായിരുന്നില്ല. പിന്നെ എവിടുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗർഭം ചുമക്കാൻ കഴിഞ്ഞു എന്ന് മറിയം ബീവിയെ, അവിവാഹിതയായ മറിയം ബീവി അലൈഹിസ്സലാം ഗർഭിണിയായപ്പോ ആ മഹദിയുടെ നാട്ടുകാരെ മുഴുവനും അപകീർത്തിപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോ മറിയം ബീവിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആ കുറ്റപ്പെടുത്തലുകൾ, ആ ആക്ഷേപ സ്വരങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാലും അവിടെ മറിയം ബീവി പറഞ്ഞ ഒരു മറുപടി, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, എനിക്കിന്ന് നോമ്പാണ്, അതുകൊണ്ട് ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ. ആര് കുറ്റം പറഞ്ഞാലും അതിന് മറിച്ച് ഞാനൊന്നും പറയില്ല. എനിക്കാരോടും അതിന് എന്നെ ആര് തന്നെ കുറ്റപ്പെടുത്തിയാലും, എന്നെ ആര് തന്നെ അപകീർത്തിപ്പെടുത്തിയാലും, എന്നെ ആര് തന്നെ ആക്ഷേപിച്ചാലും അതിന് മറിച്ചൊരു മറുപടി പറയുന്ന അവസ്ഥയിലല്ല എനിക്ക് നോമ്പാണ് എന്ന് മഹതിയാകുന്ന മറിയം അലൈഹിസ്സലാം പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അതുകൊണ്ട് നോമ്പുള്ള ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് കാലത്ത് എന്ത് ആക്ഷേപ സ്വരങ്ങളുണ്ടെങ്കിലും എന്ത് കുറ്റപ്പെടുത്തലുകളുണ്ടെങ്കിലും അതിന് മറുപടി പറയേണ്ട ഘട്ടം എത്ര തന്നെ പ്രേരിതമായി നമ്മുടെ മുമ്പിൽ വന്നാലും എനിക്ക് നോമ്പാണല്ലോ എന്നൊരു ചിന്തയിൽ മിണ്ടാതെ നിൽക്കുക. അതാണ് നോമ്പിന്റെ അകക്കാമ്പ് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഖുർആൻ നമ്മളോട് പറയണം. അതാണ് നോമ്പിന്റെ അകക്കാമ്പ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും ഒരാൾ ചീത്ത പറഞ്ഞാൽ, നിങ്ങളെ ആരെങ്കിലും ഒരാൾ ആക്ഷേപിച്ചാൽ, ആരെങ്കിലും ഒരാൾ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇന്നി സായിബൻ, എനിക്ക് നോമ്പാണല്ലോ. പറയാനല്ല, എനിക്ക് നോമ്പാണെന്ന് പറയാനല്ല, മനസ്സുകൊണ്ട് ആത്മഗതം ചെയ്യണം. ഞാൻ അവനെപ്പോലെ അതിന് മറുപടി പറയേണ്ടവരല്ല, എനിക്ക് നോമ്പാണല്ലോ, ഞാൻ നോമ്പുകാരനാണല്ലോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തവനാണല്ലോ. മറിയം അലൈഹിസ്സലാം തന്നെ ആക്ഷേപിച്ചവരോട്, തന്നെ കുറ്റപ്പെടുത്തിയവരോട്, തന്നെ അപകീർത്തിപ്പെടുത്തിയവരോട് പറഞ്ഞ വാക്ക്, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, എനിക്കിന്ന് നോമ്പാണ്. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ, മനുഷ്യന്മാരോട് വർത്താനം പറയാൻ എനിക്ക് സമയമില്ല എന്നാണ്. ഉറക്കുകൊണ്ട് കിട്ടുന്നതും അതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നൗമുസ്സായിമി ഇബാദ, നോമ്പുകാരൻ ഉറങ്ങിയാൽ അത് ഇബാദത്തിന്റെ പ്രതിഫലമാണ്. കാരണം ഉറങ്ങിയാൽ മറ്റുള്ളവരുടെ സംസാരങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല, ഉറങ്ങിയാൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വരുന്നില്ല, ഉറങ്ങിയാൽ ആക്ഷേപ സ്വരങ്ങൾ കേൾക്കേണ്ടി വരുന്നില്ല, ആക്ഷേപങ്ങൾ പറയേണ്ടി വരുന്നില്ല, ആരും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് മറുപടി പറയേണ്ട അവസ്ഥ വരുന്നില്ല. അതുകൊണ്ട് നോമ്പുകാരാ, നീ നോമ്പെടുത്തുകൊണ്ട് കിടന്നുറങ്ങിക്കോ, അതിന് നിനക്ക് ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിസ്കാരം ഖളാ ആക്കി ഖുർആൻ നിർത്തിവെച്ചിട്ട് ഉറങ്ങണമെന്നല്ല, ഉറങ്ങിയാൽ പോലും അതിന് അല്ലാഹു തആല നൽകുന്നത് ഇബാദത്തിന്റെ പ്രതിഫലമാണ്. ഇബാദത്തിന്റെ പ്രതിഫലമാണ്. നൗമുസ്സായിമി ഇബാദ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. ഇനി ഒരാൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക, എന്ത് പറഞ്ഞാലും ഒരക്ഷരവും മറുപടി പറയുന്നില്ല, അയാൾ ഖുർആൻ ഓതുന്നില്ല, അയാൾ തസ്ബീഹൊന്നും ചെല്ലുന്നില്ല, അയാളെ മിണ്ടാതെ മൗനമായി ഇങ്ങനെ ഇരിക്കുന്നു, നോമ്പുകാരനാണ്. നാവിനെ നിയന്ത്രിക്കലാണ് നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒന്ന്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവ്വസൂരികളായ ആളുകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് സ്വഹാബാക്കൾക്ക് ഉത്ബോധനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ സഹാബാക്കളോട് പറഞ്ഞു, ഇന്നി ആരിഫു ഉസ്മ റജുലിൻ വസ്മ അബി, എനിക്കൊരു മനുഷ്യനെ നന്നായി അറിയാം, അയാളുടെ വാപ്പാനെ അറിയാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാളെ എനിക്കറിയാം, അയാളെ ഉപ്പാനെ അറിയാം, നല്ല നിലയ്ക്ക് വാപ്പാനെയും അവർ അദ്ദേഹത്തെയും അറിയാം, നന്നായിട്ട് എനിക്കറിയാമെന്ന അർത്ഥം. എനിക്ക് നന്നായി പരിചയമുള്ള ഒരാൾ ഈ സദസ്സിലുണ്ട്. ആ മനുഷ്യൻ നാളെ സ്വർഗത്തിന്റെ അടുക്കലെത്തുമ്പോ അല്ലാഹുവിന്റെ നബി പറയുന്നു, അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കാൻ വേണ്ടി അവിടെ വാതിൽക്കൽ നിന്നുകൊണ്ട് സ്വർഗത്തേക്കാക്കുന്ന മലക്കുകൾ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് മർഹബ പാടിക്കൊണ്ട് മാടി വിളിക്കും. 8 വാതിലുകളും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന മനുഷ്യനാണ് ആ സ്വർഗത്തിന്റെ അടുക്കലെത്തുമ്പോ
ആ മനുഷ്യനെ അല്ലാഹു തആല സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറന്നു വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് മാടി മാടി വിളിക്കും മലക്കുകൾ എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത്രേ, ഹാദാ അളീമുൻ ഖദ്റുഹു യാ റസൂലല്ലാഹ്, നബിയെ വലിയ സ്ഥാനമുള്ള ആളാണല്ലോ ആ മഹാൻ, ആരായിരിക്കും അയാൾ? ഈ സഹാബാക്കളുടെ കൂട്ടത്തിൽ സ്വർഗത്തിന്റെ അടുക്കലെത്തുമ്പോ സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് മാടി വിളിക്കപ്പെടുന്ന ആ മഹാഭാഗ്യവാൻ ആരായിരിക്കും നബിയെ? ആരാണ് അയാളെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, ഞാൻ പറഞ്ഞ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹാബാക്കൾ പറയുന്നു, അബൂബക്കർ സിദ്ദീഖിന് എന്താണ് ഇത്രമാത്രം ഒരു മഹത്വം? ഒരു മഹത്വം, അദ്ദേഹം ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന പുരുഷ മെമ്പറാണ്. രണ്ടാമത്തെ മഹത്വം, നബിയുടെ കൂടെ ആദ്യമായി ഹിജ്റയിൽ പങ്കെടുത്ത ആളാണ്. മൂന്നാമത്തെ മഹത്വം, മദീന പള്ളിയിലെ എല്ലാ ജമാഅത്തുകളിലും വലതുഭാഗത്തെ ഒന്നാം സഫിലെ ഒന്നാമത്തെ മെമ്പർ മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സഹായത്തിന് ആവശ്യപ്പെട്ടാലും കയ്യിലുള്ളത് മുഴുവനും സംഭാവന ചെയ്യുന്ന സ്വഭാവക്കാരനാണ്. ഒന്നും എടുത്തു വെക്കാറില്ല നാളേക്ക് വേണ്ടി. ഒരിക്കൽ മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹിക്ക് സാമ്പത്തികമായി ദീനിന്റെ പ്രവർത്തനത്തിന് ഞെരുക്കം നേരിട്ട സന്ദർഭം ഞങ്ങളോട് പറഞ്ഞു, സഹാബാക്കളാകുന്ന ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ എനിക്ക് ചെയ്യണം, ദീനിനെ സഹായിക്കേണ്ട സന്ദർഭമാണ്. റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് എന്റെ കയ്യിൽ ധാരാളം പണമുള്ള സമയമാണ്. ഞാൻ എന്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇന്നെങ്കിലും എനിക്ക് അബൂബക്കർ സിദ്ദീഖിനെ മറികടക്കാൻ കഴിയണം സദഖ കൊണ്ട്. അങ്ങനെ ഞാനന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് എന്റെ സമ്പാദ്യത്തിന്റെ പകുതി വീട്ടിൽ വെച്ച് ബാക്കി പകുതിയുമായിട്ട് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് ആ സമ്പത്ത് മുഴുവനും വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക യാ ഉമർ, ഉമറേ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ഉടൻ പറഞ്ഞു, മിസ്ലഹു യാ റസൂലല്ലാഹ്, ഈ തന്ന അത്ര സമ്പത്ത് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. തന്റെ കയ്യിലെ ഏതാനും വെള്ളി നാണയങ്ങൾ നബിയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. ഉടൻ നബി ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ്, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ എന്തെങ്കിലും ബാക്കി വെച്ചോ? ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അബഖൈതുഹുമുല്ലാഹ വറസൂല, നബിയെ, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും അവർക്ക് ബാക്കി വെച്ചു, സമ്പത്തൊന്നും എടുത്തു വെച്ചിട്ടില്ല, ഉള്ളത് മുഴുവൻ തന്നു. റളിയല്ലാഹു അൻഹു പറയണം, അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഖിയാമത്ത് നാൾ വരെ, മരണം വരെ സദഖ കൊണ്ട് മറികടക്കാൻ, അബൂബക്കറിനെ മറികടക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ സ്വഭാവം ഉള്ളത് മുഴുവനും കൊടുക്കലാണ്, ഒന്നും എടുത്തു വെക്കാറില്ല. ഈ കൂട്ടത്തിലാണ് മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദരവുള്ള ആളാണെന്ന് സഹാബാക്കൾ പറയുന്നത്. ഉള്ളത് മുഴുവനും സദഖ ചെയ്യുന്ന ആളാണ്. നിസ്കാരത്തിൽ ഒന്നാമത്തെ മെമ്പറായി പങ്കെടുക്കുന്ന ആളാണ്. ഇസ്രായേൽ നബിയുടെ കൂടെ ഒരുമിച്ച് ഹിജ്റ പോയ ആളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ഒന്നാമത്തെ പുരുഷ മെമ്പറായി കടന്നു വന്ന ആളാണ്. ആ നിലക്കൊക്കെ മഹത്വമുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ വല്ല മഹത്വങ്ങളും അബൂബക്കർ സിദ്ദീഖിനെ റബ്ബ് അല്ലാഹുവിന്റെ റസൂൽ കണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കിയ സഹാബാക്കൾ ഒരു ദിവസം രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് തന്നെ പിന്തുടർന്നുകൊണ്ട് കടന്നു പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടു. കവിളിങ്ങനെ വീർപ്പിച്ച് പിടിച്ചുകൊണ്ട്, വായിൽ വെള്ളം കവിണ്ട് പിടിച്ച പോലെ കവിളിങ്ങനെ വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ഇരിക്കുന്നതാണ് സഹാബാക്കൾ കണ്ടത്. എന്തിനാ ഇവര് പോയത്? സ്വർഗത്തിന്റെ 8 വാതിലുകളും ഒരു മനുഷ്യന് മുമ്പിൽ തുറക്കപ്പെടുമെങ്കിൽ അയാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമല്ലോ. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിന്റെ 8 വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കാം. നോമ്പെടുത്തവനെ റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിലേ തുറക്കുന്നുള്ളൂ. അതേപോലെ തന്നെ സദഖ ചെയ്തവന് സദഖയുടെ വാതിലേ തുറക്കുന്നുള്ളൂ. നിസ്കരിച്ചവന് നിസ്കാരത്തിന്റെ വാതിലേ തുറക്കുന്നുള്ളൂ. എന്നാൽ സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടുന്നത് ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ്. മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യുമംറഅത്തിൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പെണ്ണുങ്ങളെ, നിങ്ങളിൽ ഒരാൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു പെണ്ണ്, ആ പെണ്ണ് ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ വസാമത്ത് ശഹ്റഹാ വഹഫലത് ഫർജഹാ വഅതാഅത് ബഅലഹാ ഖീല ലഹാ ഉദ്ഖുലി അൽ ജന്ന മിൻ അയ്യബ്വാബിൽ ജന്നതി സിഅതി. 4 കാര്യങ്ങൾ ഭംഗിയായി അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിർവഹിച്ചാൽ, 4 കാര്യങ്ങൾ എന്റെ പെങ്ങളെ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നീ നിർവഹിച്ചാൽ
ആ നിർവഹിച്ച കാര്യത്തിൽ അല്ലാഹു നിന്നെ തൊട്ട് തൃപ്തിയുള്ളവനാണെങ്കിൽ, സംതൃപ്തനാണെങ്കിൽ, നീ മരിച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ നിന്റെ മുമ്പിലും സ്വർഗത്തിന്റെ 8 വാതിലുകളും അല്ലാഹു തുറന്നു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. 8 വാതിലുകളും അബൂബക്കർ സിദ്ദീഖിനെ പോലെ നിന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടാൻ നീ ചെയ്യേണ്ട 4 കാര്യങ്ങളിൽ ഒന്ന്, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരത്തെ നിസ്കാരം അതതിന്റെ സമയങ്ങളിൽ മുറതെറ്റാതെ സമയനിഷ്ഠയോടെ സമയബോധത്തോടെ ഖളാ ആക്കാതെ സമയം പിന്തിക്കാതെ നിർവഹിക്കലാണ് ഒന്നെങ്കിൽ. രണ്ടാമത്തേത് വസഹാമത്ത് ശഹ്റഹാ, റമദാൻ മാസത്തിൽ നിനക്ക് നിർബന്ധമുള്ള നോമ്പ് നീ അനുഷ്ഠിക്കണം. റമദാനിൽ സ്ത്രീ സഹജമായി നിനക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ്, മെൻസസ് കൊണ്ടോ പ്രസവം കൊണ്ടോ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ്, അധികം ദൂരമല്ലാത്ത ഭാവിയിൽ ഉടൻ തന്നെ സൗകര്യപ്പെടുന്ന മാസങ്ങളിൽ അത് ഖളാ വീട്ടിയിട്ട് ഉടൻ തന്നെ ഖളാ വീട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ നീ ചെയ്യേണ്ടത് നിന്റെ ഭർത്താവിനെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നീ ജീവിക്കണം. നാലാമത് നീ ചെയ്യേണ്ടത് വഹഫലത്ത് ഫർജഹ, നിന്റെ ശരീരം അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു മാർഗത്തിലും പ്രദർശിപ്പിക്കുകയോ കാണാൻ അനുവദിക്കുകയോ ചെയ്യാതെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കണം. ഈ 4 കാര്യം നീ ചെയ്തത് റബ്ബിന് തൃപ്തിപ്പെട്ടാൽ, റബ്ബിന്റെ അടുക്കൽ അത് തൃപ്തിപ്പെട്ട അമലായി സ്വീകരിക്കപ്പെട്ടാൽ നിന്റെ മുമ്പിലും സ്വർഗത്തിന്റെ 8 വാതിലുകളും അല്ലാഹു തുറന്നു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടുകയാണല്ലോ. അതുകൊണ്ട് വലിയ മഹത്വമുള്ള ആളാണ്. വലിയ ബഹുമാനം, വലിയ സ്ഥാനമുള്ള ആളാണല്ലോ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ ആ മഹാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കവിളും വീർപ്പിച്ചുകൊണ്ട് മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സഹാബാക്കൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പോ ദ്വാരക്കാരൊന്നും പറയേണ്ട, നല്ല പോക്കാണ് നല്ലത്. കവിളിങ്ങനെ വീർപ്പിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയം. കൂടുതൽ ഒരു സഹാബി പറഞ്ഞു, വേണ്ട നമുക്കൊന്ന് സലാം പറഞ്ഞു നോക്കാം. എന്താണ് പ്രതികരണം നോക്കാലോ. ഉടൻ തന്നെ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എന്തോ അതിലേക്ക് ഇങ്ങോട്ട് തുപ്പിയിട്ട് 2 കൈയിൽ മുറുക്കി പിടിച്ചു, പുഞ്ചിരിച്ചുകൊണ്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോ ഈ വന്ന ആളുകൾ ചോദിച്ചു, ദ്വാരപ്പിക്കാൻ വേണ്ടി പറഞ്ഞതിന് മുന്നേ ചോദിച്ചു, അല്ല ഞങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കവളിൽ എന്തോ ഇങ്ങനെ നിറച്ചു വെച്ചല്ലോ, അത് കൈയിലേക്ക് തുപ്പിയത് കണ്ടല്ലോ, എന്തായിരുന്നു അത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൈ തുറന്ന് കാണിച്ചു കൊടുത്തു, 2 കരിങ്കല്ലിന്റെ കഷ്ണമാണ്. 2 കരിങ്കല്ലിന്റെ കഷ്ണമാണ്. എന്തിനാണതെങ്ങനെ? മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ യദ്മൽനി ബൈന ലഹിഹി വമാ ബൈന ഫഖദിഹി അദ്മൻ ലഹുൽ ജന്ന. തന്റെ 2 താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടൊരാളും ഒരു വേണ്ടാത്തരവും പറയില്ല എന്നെനിക്ക് ഉറപ്പ് തന്നാൽ അവന് സ്വർഗം കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കാമെന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാവാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്. ഇഹ്ബിസ് ലിസാനക അയ്യുഹൽ ഇൻസാനോ ലാ യൽദഅന്നക ഇന്നഹു സുർബാനോ. മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിച്ചോ. ആ നാവ് ഏറ്റവും വിഷമുള്ള ഘോര സർപ്പത്തെ പോലെ വിഷമുള്ള ജന്തുവാണ്. നാവാണ് നിന്നെ നരകത്തിലെത്തിക്കുന്ന 1ാമത്തെ അവയവം എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ നാവിനെ നീ അടക്കി നിർത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ നാവിനെ ഞാൻ അടക്കി നിർത്താൻ പരിശീലിപ്പിക്കുകയായിരുന്നു. കരിങ്കല്ല് കടിച്ചു പിടിച്ചാൽ പിന്നെ നാവനങ്ങില്ലല്ലോ. ആ ഒരു പരിശീലനം എന്റെ നാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു ഞാൻ എന്ന് സ്വർഗത്തിന്റെ 1ാം മെമ്പറെന്ന് അള്ളാന്റെ റസൂൽ വിശേഷിപ്പിച്ച മഹാനായിരിക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് 1ാമത്തെ മെമ്പറായ സിദ്ദീഖ് സുമ്മ ബി സയ്യിദി ഉമറൽ മുഫദ്ദ സാനിയൽ ഖുലഫാഇ. സ്വർഗക്കാരനെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചു കൊണ്ട് ആശീർവദിച്ചുകൊണ്ട്
ഇരുന്ന ഇരിപ്പിൽ സ്വർഗത്തിലേക്കുള്ള പെർമിഷൻ കൊടുത്തു, ടിക്കറ്റ് കൊടുത്ത ഒന്നാമത്തെ മെമ്പറാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നോമ്പിന്റെ ഒന്നാമത്തെ തത്വശാസ്ത്രം തന്നെ സംസാരത്തെ നിയന്ത്രിക്കലാണ്. ആ സംസാരത്തെ നിയന്ത്രിക്കാൻ ഒരാളെ മിണ്ടാതെ ഇരുന്നു, അയാളെ ഖുർആൻ ഓതിയില്ല, തസ്ബീഹ് ചൊല്ലിയില്ല, മറ്റുള്ള ദിക്റുകളൊന്നും നാവ് കൊണ്ട് ചൊല്ലിയില്ല, അയാളെ മിണ്ടാതെ ഇരിക്കുകയാണ് നോമ്പെടുത്തുകൊണ്ട്. മൗനം. അങ്ങനെ മൗനമായിട്ടിരുന്നാലോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അയാളെ മിണ്ടാതിരിക്കുന്ന കാലത്തോളം അയാൾക്ക് അല്ലാഹ് കൊടുക്കുന്ന കൂലി, അയാൾ ഉറങ്ങിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന, മിണ്ടാതിരുന്നാൽ തസ്ബീഹിന്റെ കൂലി കിട്ടുന്ന ഒരു മാസം കടന്നു വരുമ്പോ ഈമാനുള്ളവൻ സന്തോഷം. എന്തിനാ ഒരു സന്തോഷം? നോമ്പുതുറയുടെ വിഭവങ്ങൾ കണ്ടുകൊണ്ടാണോ? അങ്ങനെയല്ല. അങ്ങനെ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ലോ. മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ കണ്ടപ്പോ കരയാണ് ചെയ്തതെന്നാ ചരിത്രം. കരഞ്ഞു, പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന കണ്ടപ്പോ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നോമ്പുകാരനായി സഹാബി ഒരു പാത്രത്തിൽ പാകപ്പെടുത്തിയ ഭക്ഷണവുമായിട്ട് കടന്നു വരികയാണ് പള്ളിയിലേക്ക്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി തആല അൻഹു കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. ചോദിച്ചത്രേ, എന്തിനാണ് കരയുന്നത് തങ്ങളെ? അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ, നിങ്ങൾ എന്തിനാണ് മായുബുക്കീക്ക് എന്തേ നിങ്ങളെ സങ്കടപ്പെടുത്തിയത്? നമ്മളെങ്ങനെയാ നമ്മുടെ പള്ളിയില് നോമ്പ് തുറക്കാൻ വിഭവസമൃദ്ധമായ സദ്യയുണ്ടെങ്കിൽ ജമാഅത്തിന് നിറച്ചു ആളുണ്ടാവും. ഒരു ദിവസം ഒന്നുമില്ലെങ്കിൽ അന്ന് ആരുണ്ടാകുന്ന. എന്നാൽ അവരുടെയും നമ്മുടെയും ഈമാൻ എവിടെയാ നിൽക്കുന്നത്? നോമ്പ് തുറക്കുന്ന നേരത്തേക്ക് നല്ല ഭക്ഷണം കൊണ്ടുവരുന്ന കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. കരഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഓർത്തുപോയി എന്നാണ്. റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മറവ് ചെയ്യുമ്പോൾ കഫൻ ചെയ്ത് ഉഹദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് പിടഞ്ഞു വീണ് ധീര രക്തസാക്ഷിയായി പിടഞ്ഞു വീണപ്പോ കഫൻ ചെയ്യാൻ തുണിയില്ലാതെ ചങ്ങണപ്പുല്ലുകൊണ്ട് കഫൻ ചെയ്തുകൊണ്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഷഹീദുണ്ടെന്നാണ് മഹാനായിരിക്കുന്ന മുസ്അബ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉംറക്കും ഹജ്ജിനും പോകുന്നവർ ഉഹദ് സന്ദർശിക്കുമ്പോ നമ്മുടെ കണ്ണുനീരണിയിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മ. അപ്പൊ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാം, നോമ്പ് തുറക്കുന്ന നേരത്തേക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരുന്നത് കണ്ടപ്പോ കരഞ്ഞപ്പോ ചോദിച്ചു, മായുബുക്കി, എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത് തങ്ങളെ? അപ്പോൾ അതിന് കൊടുത്ത മറുപടി, എനിക്ക് മുസ്അബിനെ ഓർമ്മ വന്നു. ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് ദീനിനു വേണ്ടി രക്തം ചിന്തി രക്തസാക്ഷിയായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ എന്റെ മനസ്സ് ഓർമ്മിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. എന്താണ് ഈ ഭക്ഷണവും മുസ്അബും തമ്മിലുള്ള ബന്ധമെന്നറിയുമോ? ഒരു ഭക്ഷണ തളിക കണ്ടപ്പോഴാണല്ലോ നിങ്ങൾക്ക് മുസ്അബിനെ ഓർമ്മ വന്നത്. എന്തുകൊണ്ടാണ് മുസ്അബിനെ നിങ്ങൾ ഓർത്തത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്ന റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹു വലിയ പൈസക്കാരനായിരുന്നു, പണക്കാരനായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും എനിക്ക് തന്നാൽ പകരം നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എന്ന ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോ തന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും റബ്ബിന്റെ ദീനിനു വേണ്ടി സദഖാ ചെയ്ത് എല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത് എനിക്ക് കയറി കിടക്കാൻ ഒരു കിടപ്പാടമില്ലാത്ത ദരിദ്രനായി റളിയല്ലാഹു അൻഹു ജീവിക്കുമ്പോഴാണ് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് റസൂലും സഹാബാക്കളും യുദ്ധത്തിന് പോകുന്നു എന്നറിഞ്ഞത്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, എന്നെ റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല, എന്റെ ശരീരമല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ട് ഞാൻ നാളത്തെ പ്രഭാതത്തിൽ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോവുകയാണ്, ആയുധം ധരിച്ചുകൊണ്ട്. ഒരുപക്ഷേ നാളത്തെ വൈകുന്നേരം നീ അറിയുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയപ്പെട്ട
നീ തകരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയോട് സമ്മതം വാങ്ങി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ചെന്ന് ശത്രുനിരയിൽ ഉറച്ച ശത്രുനിരയോട് ധീരമായി പോരാടി പരിശുദ്ധ ദീനിനു വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സംസ്കരിക്കുന്ന ഘട്ടം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫൻ ചെയ്യാനുള്ള തുണി അന്വേഷിച്ചപ്പോ ആകെ കിട്ടിയത് ഒരു കഷ്ടം കരിമ്പട കഷ്ടം മാത്രമാണ്, കമ്പിളി പുതപ്പിന്റെ ഒരു കഷ്ടം മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വഹാബാക്കൾ പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ആ തുണി കൊണ്ട് ഞങ്ങൾ മുസ്അബിന്റെ തല മറക്കുമ്പോ കാല് പുറത്താകുന്നു, കാല് മറക്കുമ്പോ തല പുറത്താകുന്നു. രണ്ടും പൂർണ്ണമായി കഫൻ ചെയ്യാൻ തികയാതെ ഞങ്ങളെ വിഷമിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞത്, ഓ സഹാബാക്കളെ, നിങ്ങൾ ആ ഉള്ള തുണി കൊണ്ട് മുസ്അബിന്റെ തലഭാഗം കഫൻ ചെയ്യണം, ബാക്കി ഭാഗം നിങ്ങൾ പുല്ലരിഞ്ഞ് കൊണ്ടുവന്നിട്ട് കഫൻ ചെയ്ത് മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ പുല്ലുകൊണ്ടാണ് മുസ്അബിനെ കഫൻ ചെയ്ത് മറവ് ചെയ്തത്. അവരൊക്കെ അവരുടെ നന്മകളൊക്കെ ആഖിറത്തിന് വേണ്ടിയാണ് അവർ ചെലവ് ചെയ്തത്. ഞാനിവിടെ ഒരു നോമ്പെടുക്കുമ്പോ എന്റെ മുമ്പിലേക്ക് നോമ്പ് തുറക്കുന്ന സമയമാകുന്ന ഘട്ടത്തിൽ നല്ല രുചികരമായ ഭക്ഷണം കടന്നു വരുമ്പോ ഖദ് ഹസീനാ അൻ തകൂന ഹസനാതുനാ ഖദ് ഉജ്റത് ലനാ. ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന നോമ്പും നിസ്കാരവും മറ്റുള്ള ഇബാദത്തുകളും ദുനിയാവിന്റെ സുഖങ്ങളായി റബ്ബ് പ്രതിഫലം തന്നുകൊണ്ട് ആഖിറത്തിൽ ഞങ്ങൾക്കൊന്നും കിട്ടാതെ പോകുമോ എന്ന പേടി എന്റെ മനസ്സിനെ വല്ലാതെ ഒലച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് അബ്ദുറഹ്മാൻ. നോമ്പ് തുറക്കുന്ന നേരത്ത് നല്ല ഭക്ഷണം കിട്ടുമ്പോ പടച്ചോനെ ഇന്നത്തെ നോമ്പ് ഭക്ഷണത്തിന് വേണ്ടി ആയിപ്പോയോ എന്ന് ചിന്തിച്ചു പോകുന്നു. ആഖിറം വെറുതെയാകുമോ? കാരണം ഇവിടെ കുറച്ച് കഷ്ടപ്പെടണം, എന്നാലേ ആഖിറത്തിൽ അതിന്റെ കൂലി കിട്ടുള്ളൂ. ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലൽ. ഇവിടെ എത്ര കണ്ട് കഷ്ടപ്പാട് കൂടുന്നു അതിനനുസരിച്ചാണ് ആഖിറത്തിൽ പ്രതിഫലം കൂടുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് ഉൾക്കൊണ്ടുകൊണ്ട് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഭയപ്പെട്ടു പോയി, ദുനിയാവെന്ന് കൂലി തന്നു തീർത്ത് കളയുമോ? ഇവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും നല്ല ഭക്ഷണവും നല്ല ജീവിതവും തന്നുകൊണ്ട് ദുനിയാവ് കൊണ്ട് ചെയ്യുന്ന അമലക്ക് ദുനിയാവ് കൊണ്ട് തന്നെ മതിയാക്കി ആഖിറം പട്ടപൂജ്യമാകുമോ എന്ന ഭയമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നോമ്പെടുക്കുന്ന ആളുകൾക്ക് ഈ റമദാൻ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സന്തോഷം പടച്ചോനെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടണമെന്നുള്ളതാണ്. ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ആഖിറത്തിൽ ഇരട്ടി പ്രതിഫലം. അത് മാത്രമല്ല, മിണ്ടാതിരുന്നാൽ തസ്ബീഹിന്റെ കൂലി, അതേപോലെ തന്നെ ഉറങ്ങിയാൽ ഇബാദത്തിന്റെ കൂലി. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅമലുഹു മുളഅഫ്, ചെയ്യുന്ന അമലുകൾക്കൊക്കെ ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ്. ഒരു നന്മ ചെയ്താൽ അതിന് 70 നന്മ ചെയ്ത കൂലിയാണ് റമദാൻ മാസത്തിൽ. അതൊരു പക്ഷേ 700ന്റെ കൂലിയായി വർദ്ധിക്കാം, 70,000ന്റെ കൂലിയായിട്ട് പെരുകാം. ആ നിലയ്ക്ക് പ്രതിഫലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു മാസം കടന്നു വരുന്നവരെയാണ് നോമ്പുള്ളവന്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. നോമ്പുള്ളവൻ ഒരു സംസാരത്തിനും പോകാതെ മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവന്റെ പ്രതിഫലമാണ്. ഉറങ്ങിയാൽ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. ഈ നിലക്കെല്ലാം മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു മാസം കടന്നു വരുമ്പോ ആ മാസത്തിന്റെ വരവിൽ ഈമാനുള്ളവൻ സന്തോഷിക്കാതെ അതുകൊണ്ടാണ് ആ സന്തോഷത്തിന് നരകത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ഹറാമാക്കാനുള്ള കഴിവുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സന്തോഷിച്ചോ എന്നാൽ നിങ്ങളുടെ ശരീരം നരകത്തിൽ നിന്ന് ഹറാമാകുമെന്നാണ്. അത് മാത്രമല്ല, അതുകൊണ്ടും കഴിഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ റമദാൻ മാസത്തിൽ എന്റെ ഉമ്മത്തികൾക്ക് മറ്റൊരു നബിമാരുടെ ഉമ്മത്തികൾക്കും നൽകപ്പെടാത്ത 5 മഹത്വങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഉഴുത്തിയത്ത് ഉമ്മത്തി ഫീ ശഹ്രി റമദാന ഖംസു ഖിസാൽ ലം
എന്റെ ഉമ്മത്തികൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു നബിമാരുടെ ഉമ്മത്തികൾക്കും ലഭിക്കാത്ത 5 ബഹുമാനങ്ങൾ ഈ റമദാൻ മാസത്തിൽ എന്റെ ഉമ്മത്തികൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? നോമ്പുകാരാ, നീ വൈകുന്നേരമാകുമ്പോ നിന്റെ ആമാശയം കാലിയായതുകൊണ്ട് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗന്ധമുള്ള ശ്വാസമാകാം. അല്ലെ, ഒരാളെ നോമ്പ് തുറക്കുമ്പോ വെള്ളം കുടിച്ച ഗ്ലാസ് ഒന്നെടുത്തൊന്ന് മണത്തോക്കി തിരിയുമ്പോ അത്രണ്ട് ഗന്ധം. ആ നിലക്ക് ദുർഗന്ധമുണ്ടാകും. ആമാശയം കാലിയാകുമ്പോൾ വായ്ക്ക് നാറ്റമുണ്ടാകുന്ന ഘട്ടങ്ങൾ വിവിധങ്ങളാണ്. ഒന്ന്, മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാൽ വായ്ക്ക് നാറ്റം വരും. ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാനും പാടില്ലല്ലോ. ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഉച്ചയ്ക്ക് മുമ്പേ എല്ലാ നിസ്കാരത്തിന്റെ ഘട്ടത്തിലും മിസ്വാക്ക് സുന്നത്താണ്. എല്ലാ ഉദുവിന്റെ ഘട്ടത്തിലും മിസ്വാക്ക് സുന്നത്താണ്. എന്നാൽ റമദാൻ മാസത്തിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഫർദിന്റെ കൂലിയാണ്. എന്നാലും നമ്മളോട് പറയുന്ന റമദാൻ മാസം ഉച്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിസ്വാക്കാന്റെ 2 കാരണങ്ങളാണ്. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങളെ എന്റെ ഉമ്മത്തികളെ ഞാൻ നാളെ ഹൗദിന്റെ അടുക്കൽ കാത്തിരിക്കും. എനിക്ക് അല്ലാഹു തആല തന്ന ഒരു വലിയ ജലധാരയുണ്ട്, ഹൗദുൽ കൗസർ. ഇന്നാഴ്തൈനാക്കൽ കൗസർ, സമൃദ്ധമായ ജലധാര അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ട്. അത് മഹ്ശറയിലുണ്ട്, നാളെ സ്വർഗ്ഗത്തിലുണ്ട്. ആ മഹ്ശറയിൽ നിങ്ങളുടെ വരവും കാത്തുകൊണ്ട് ഞാൻ അതിന്റെ ഓരത്തുണ്ടാകും. ഒന്നുകിൽ നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരേണ്ടത് മുസ്തഖീമിന്റെ അടുക്കലുണ്ടാകും, അതുമല്ലെങ്കിൽ ഞാൻ മീസാനിന്റെ അടുക്കലുണ്ടാകും. മനുഷ്യന്റെ നന്മതിന്മകൾ തൂക്കുന്നിടത്ത് എന്നെ കാണാം. അവിടെ എന്നെ നിങ്ങൾ തെരഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ജിസ്റും മൻസൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ഫഹദ്, നിങ്ങൾ കേൾക്കുന്നില്ല? ഫഹദ്, മൈക്ക് കൊടുക്ക്. ഫഹദ്, ഹലോ, അസ്സലാമു അലൈക്കും. സഹോദരൻ ഫഹദ് മേപ്പറമ്പ് കൊടുക്കുന്നില്ല, മൈക്ക് കൊടുക്കുന്നില്ല നിങ്ങള്? സഹോദര, നിങ്ങൾ മൈക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫഹദ് ഇൻഷാ അല്ലാഹ് മൈക്ക് കൊടുത്തിട്ടുണ്ട്. അസീസ് അമാനി ഉസ്താദ് മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇൻഷാ അല്ലാഹ് DC ആയതാണ്. ഇൻഷാ അല്ലാഹ് വരും. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ഫഹദ് വരും. വന്നിട്ടുണ്ട് അദ്ദേഹം. വരട്ടെ. ഫഹദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഫഹദ് മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫഹദ് മൈക്ക് നെറ്റ് സ്ലോ ആയിരിക്കും, അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അദ്ദേഹം മൈക്ക് എടുക്കുന്നില്ലല്ലോ. ഫഹദിന്റെ ശബ്ദം അങ്ങോട്ട് കേൾക്കൂല. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യുക, ആരും മൈക്ക് ചാടാതിരിക്കുക. ഫഹദ് തന്നെ മൈക്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അസീസ് അമാനി ഉസ്താദും ലൈവാണ്, 2 ലൈവാണ്. നമുക്ക് 2 ലൈവ് ഒരുമിച്ച് വന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ പ്രശ്നം. ഇൻഷാ അല്ലാഹ് ഫഹദ് തന്നെ മൈക്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
കൊടുക്കാത്ത രണ്ടാമത്തെ അടയാളമാണ് എന്റെ ഉമ്മത്തികൾ നാളെ റബ്ബിന്റെ അടുക്കൽ കോടതിയിലേക്ക് മഹ്ശറയിലേക്ക് വരുമ്പോ അവരുടെ ശ്വാസത്തിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകും. അവരുടെ ശ്വാസത്തിന്റെ സുഗന്ധം അനുഭവിച്ചുകൊണ്ട് ആ സുഗന്ധമുള്ള ശ്വാസമുള്ളവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും, സുഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. ഒരാള് കടന്നു പോകുമ്പോ ചില ആളുകൾക്ക് വായനാട്ടിലുള്ള ആളുകൾ നമ്മളോ സംസാരിക്കാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കും ആരോ ഒരാള് നാറുന്ന ഒരാളുണ്ട്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മൂക്ക് നാറുന്നവര്, പല നിലക്കുള്ള ദുർഗന്ധമുള്ളവര്, വിയർപ്പ് ഗന്ധമുള്ളവര് അരികത്തുണ്ടാകുമ്പോ നമ്മൾ പറയില്ല വിഷമം കൊണ്ട്, എന്നാലും നമുക്ക് അസഖ്യത തോന്നും. എന്നാൽ സുഗന്ധമുള്ള ആള് വരുമ്പോ ആരാ നല്ല സുഗന്ധം ഉപയോഗിച്ച് നമ്മൾ സന്തോഷിക്കും. എന്നാൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചറിയും ഏത് സുഗന്ധമെന്നറിയുമോ? നോമ്പുകാരാ, നീ നോമ്പ് നോറ്റപ്പോ നിന്റെ ആമാശയം ചൂടായപ്പോ പുറത്തു വന്ന ദുർഗന്ധങ്ങളെ അല്ലാഹു നാളെ സുഗന്ധമാക്കി മാറ്റിയിട്ട് നബിക്കാ ഗന്ധം കൊണ്ട് നിന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ഈ എന്ന മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, റമളാൻ എന്ന പദത്തിൽ, റമളാൻ എന്ന വാക്കിൽ തന്നെ അല്ലാഹു തആല പറയുന്നു 5 അക്ഷരങ്ങളാണുള്ളത്. റമളാൻ എന്ന ഇങ്ങനെ 5 അക്ഷരങ്ങളാണുള്ളത്. മഹാനായിരിക്കുന്ന ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, റമളാൻ എന്ന ആ പേരിൽ തന്നെ വലിയ മഹത്വങ്ങളോട് സൂചിപ്പിക്കുന്നത് എന്ന് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്. ഒന്നാമത്തെ അക്ഷരം റാ ആണ് റമളാൻ എന്ന. റമളാനിനെ ആരെങ്കിലും വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചാൽ ഒന്നാമത്തെ ബഹുമാനം റിദ്വാനുള്ള, അല്ലാഹുവിന്റെ പൊരുത്തം അയാൾക്ക് കൊടുക്കും. ആ പൊരുത്തത്തെ സൂചിപ്പിക്കാറുള്ളയുടെ ആണ് എന്ന് മഹാനായിരിക്കുന്ന ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റമളാൻ മാസത്തെ നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിച്ചാൽ അല്ലാഹുവിന്റെ പൊരുത്തമാണ് കിട്ടുന്നത്. ഏത് പൊരുത്തമെന്നറിയുമോ? സഹാബാക്കൾക്ക് അല്ലാഹു തആല കൊടുത്ത പൊരുത്തം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ആ കടന്നു വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബി പ്രമുഖന്മാർ, അവര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവരും മദീനയിൽ അവരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തവരും മുഹാജിറുകളും അൻസാരികളുമായിരിക്കുന്ന സഹാബാക്കളെ കുറിച്ച് സൂറത്തു തൗബയിലെ ഖുർആന്റെ 9-ാം അധ്യായത്തിലെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസാരികളുമായ സഹാബാക്കൾ, അവർക്ക് അല്ലാഹു തആല കൊടുത്തത് റളിയല്ലാഹു അൻഹു, അവർക്ക് അല്ലാഹു തആല റിള കൊടുത്തു, പൊരുത്തം കൊടുത്തു എന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. അത് സഹാബാക്കൾക്ക് മാത്രമുള്ളതല്ല, റമളാനിനെ ആദരിക്കുന്നവർക്കും അല്ലാഹു ആദ്യമായിട്ട് കൊടുക്കുന്നത് റിളവാനുള്ളയാണ്, റബ്ബിന്റെ പൊരുത്തമാണ്. അല്ലാഹു നമ്മളതിൽ പെടുത്തി തെരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ എത്ര റമളാൻ കടന്നുപോയി പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ആലോചിക്കണം. ഒന്നല്ല, 40 കൊല്ലം കഴിഞ്ഞവർക്ക് 40 റമളാനുകൾ കടന്നുപോയി. 50 വയസ്സായവർക്ക് ജീവിതത്തിൽ 50 റമളാനുകൾ കടന്നുപോയി. അതിൽ 15 കൊല്ലത്തെ റമളാൻ ഒഴിവാക്കിയാൽ ബാക്കി എത്ര? 25 കൊല്ലത്തെ റമളാൻ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. 25 കൊല്ലത്തെ റമളാനിൽ ഏതെങ്കിലും ഒരു റമളാനിൽ അല്ലാഹു സഹാബാക്കൾക്ക് കൊടുത്ത പോലെയുള്ള റിള, അല്ലാഹുവിന്റെ റിളവാൻ, റബ്ബിന്റെ പൊരുത്തം, അത് സമ്പാദിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അത്
സമ്പാദിക്കാനുള്ള ഒരു സുവർണാവസരമാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് റമദാനിനെ ഒരാൾ ആദരവോടെ കണ്ടാൽ, ബഹുമാനത്തോടെ കണ്ടാൽ, റമദാൻ മാസത്തിനെ അതർഹിക്കുന്ന രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് യാത്ര അയച്ചാൽ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ മഹത്വം അള്ളാഹുവിന്റെ പൊരുത്തമാണ്, റബ്ബിന്റെ റിദ്വാനാണെന്ന് ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു അതിന് നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. രണ്ടാമത്തെ അക്ഷരം റമദാൻ എന്നതിലെ രണ്ടാമത്തെ അക്ഷരം റാ, റിദ്വാനുല്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തം. രണ്ടാമത്തത് മീം, മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ സ്നേഹം. അള്ളാഹുവിന്റെ സ്നേഹം അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു ഹദീസിൽ അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള കടപ്പാടുകളുടെ ആഴം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഭർത്താവ് ബ്രെയിൻ സംബന്ധമായ മാരക രോഗം പിടിപെട്ടുകൊണ്ട് രോഗശയ്യയിൽ കിടക്കുന്നു. അവന്റെ ബ്രെയിന് തലച്ചോറ് പഴുത്ത് ചീഞ്ചലമായി ദുർഗന്ധമുള്ള ചലമായി അവന്റെ മൂക്കിലൂടെ പുറത്തേക്കൊഴുകുന്നു. എന്നിട്ട് അവന്റെ പ്രിയപ്പെട്ട ഭാര്യ പോയിട്ട് ആ ചീഞ്ചലം തന്റെ നാവ് കൊണ്ട് നക്കിയെടുത്താൽ പോലും, കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും, പക്ഷെ അല്ലാഹു നബി പറഞ്ഞ ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നക്കിയെടുത്താൽ പോലും ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള കടപ്പാട് തീരുകയില്ല എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി. ആലോചിച്ചിട്ട് നമ്മൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ ഒരു ഹദീസ് ഒരിക്കലും നിക്കാഹിന്റെ വേദിയിൽ ആ ഹദീസ് ഉദ്ധരിച്ചപ്പോ പ്രമുഖനായ ഒരാളെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഉസ്താദേ, അത് അങ്ങനെ ഹദീസ് ഉണ്ടെങ്കിൽ നിങ്ങളെ പരസ്യമായിട്ട് പറയരുത്, കാരണം അത് കേൾക്കാനൊരു വിഷമം നമുക്ക്. അതുകൊണ്ടായിരിക്കണം അയാൾ അങ്ങനെ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ അത് പരസ്യമായി പറഞ്ഞു. എന്താണ് പറഞ്ഞതിന്റെ പൊരുളെന്താ പറഞ്ഞത്? മോളെ, നിനക്ക് നിന്റെ ഭർത്താവിന്റെ ദുർഗന്ധം പോലും സുഗന്ധമായി അനുഭവപ്പെടുന്ന രൂപത്തിൽ നിങ്ങളുടെ സ്നേഹം ഭദ്രമാകണമെന്നാണ്. നിന്റെ ഭർത്താവിൽ നിന്ന് അസഹനീയമായി തോന്നുന്ന ദുർഗന്ധം പോലും നിങ്ങളുടെ മനസ്സും പരസ്പരം അടുത്തപ്പോൾ അത് സുഗന്ധമായി തോന്നണം. ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ, കുട്ടികളുടെ സദസ്സല്ലേ. ഭാര്യയും ഭർത്താവും ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയത്ത് ഉമിനീര് പോലും വർജിക്കപ്പെടാത്തൊരവസ്ഥ, പരസ്പരം കൂടിക്കലർന്നൊരവസ്ഥ ഉണ്ടാകാറില്ലേ? അത് ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ വായ്പ. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് വായ് ദുർഗന്ധമായി വിഷമിക്കുന്നവരാണെങ്കിലും അവരെ ദുർഗന്ധം പോലും റബ്ബിന്റെ അടുക്കൽ അല്ലാഹു നമ്മളങ്ങ് ഇഷ്ടപ്പെടുമ്പോ സുഗന്ധമായി മാറുന്നു എന്ന ഒരു സൂചന കൂടി ഈ ഹദീസിലുണ്ട് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ. അതാണ് റബ്ബിന്റെ മഹബ്ബത്ത്. നിങ്ങളുടെ വായിന്റെ നാറ്റം എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ വായിന്റെ ഗന്ധത്തിന് എന്റെ അടുക്കൽ കസ്തൂരിയുടെ സ്ഥാനമാണ് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയും. അപ്പൊ അതുകൊണ്ട് നോമ്പുകാരാ, നിങ്ങൾക്ക് അല്ലാഹു തആല പറയുന്ന, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, റമദാൻ മാസത്തിൽ മറ്റുള്ള ഉമ്മത്തികൾക്ക് ലഭിക്കാത്ത 5 മഹത്വങ്ങൾ എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. അതിലൊന്നാമത്തേത് ലഖലൂഫു ഫമിസ്സായിം, നോമ്പുകാരന്റെ വായുടെ ഗന്ധം അത്യബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ പരിമളമുള്ളതാണ്. എന്തിനേക്കാളും എൻറേഹിൽ മിസ്ക്, കസ്തൂരിയുടെ പരിമളത്തേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ നബിക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള 2 ഐഡന്റിറ്റികളിൽ ഒന്നാമത്തേത് വുളൂഇന്റെ വെള്ളം തൊട്ട ഭാഗങ്ങളുടെ പ്രകാശമാണെങ്കിൽ, മറ്റൊന്ന് നോമ്പെടുത്തപ്പോൾ നമ്മുടെ ആമാശയം ചൂടായപ്പോ പുറത്തു വന്ന ദുർഗന്ധങ്ങൾ നാളെ മഹ്ശറയിൽ അത് സുഗന്ധമുള്ളതായി തീരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിന്റെ സുഗന്ധം റസൂലിന്റെ ഉമ്മത്തിയാണ്. റമദാൻ മാസത്തിൽ പട്ടിണി കിടന്ന് നോമ്പെടുത്തപ്പോൾ അവനക്ക് സ്വർഗത്തിൽ കിട്ടിയ, ആഖിറത്തിൽ കിട്ടിയ ഒരു മഹത്വമാണ് അവന്റെ ശ്വാസത്തിന് അല്ലാഹു തആല കസ്തൂരിയേക്കാൾ സുഗന്ധം കൊടുത്തത്. ഇത് മറ്റൊരു നബിമാരുടെ ഉമ്മത്തികൾക്കും ഇല്ലാത്തൊരു മഹത്വമാണ് എന്നറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നബി നാളെ ആഖിറത്തിൽ നമ്മളെ തിരിച്ചറിയുകയാണ്, നമ്മളെ സ്വീകരിക്കുകയാണ്. ഹൗദുൽ കൗസറിൽ നിന്ന് നമുക്ക് ദാഹമകറ്റാനുള്ള വെള്ളം തരുന്ന ഒരവസ്ഥയുണ്ടാവുകയാണ്. അതുകൊണ്ട് റമദാൻ നിങ്ങളെ ബഹുമാനിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഏതുപോലെ എന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിന്റെ ഉദാഹരണം ഓറഞ്ച് പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ ഓറഞ്ച് പോലെ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിന്റെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്താണ് അങ്ങനെ പറയാൻ? എന്താണ് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ? മുത്തുനബി പറയാണെങ്കിൽ തന്റെ തലക്കുമീനെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഈത്തപ്പനയെ കുറിച്ച് പറയണ്ടേ? മുഅ്മിന്റെ ഉദാഹരണം പറഞ്ഞത് ഈത്തപ്പന പോലെയെന്നല്ലേ അള്ളാഹുവിന്റെ റസൂൽ? ഈത്തപ്പന പോലെയാണ് ഒരു മുഅ്മിൻ എന്ന ആ വിഷയം ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇപ്പോ നബി അതാണ് പറയേണ്ടത്. കണ്ണിന് മുമ്പിൽ കാണുന്ന പഴം അതാണ്, മാധുര്യമുള്ള പഴം. മദീനയിലെ ഈത്തപ്പഴം കണ്ടുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ വളരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞത് ഓറഞ്ച് പോലെയാണ്. ഞാൻ ഓർത്തു പോയിട്ടുണ്ട്, എന്താണ് അങ്ങനെ? മഹാന്മാരാകുന്ന
ഉസ്താദുമാരുടെ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ ഒരു വിവരം, ആ സംശയത്തിന് ദൂരീകരിച്ചുകൊണ്ട് കിട്ടിയത്, ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ചിന്റെ സുഗന്ധം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ? ചില അത്തറുകൾ ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. ഭാര്യ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ഭർത്താവിന് ഇഷ്ടപ്പെടില്ല. ഭർത്താവ് പുരട്ടിയ അത്തറ് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല. പരസ്പരം ഇഷ്ടപ്പെടില്ല. നമ്മൾ വളരെ നല്ല അത്തറായി നമ്മൾ പുരട്ടും. പക്ഷേ എന്ത് അത്ര ഉസ്താദ് പെരിച്ചായനം മണക്കണം അത്രം പുരട്ടി വന്ന ഉസ്താദ് എന്ന് പറയുന്ന ആളുകളുണ്ടാവും. നമുക്കത് വളരെ ഇഷ്ടപ്പെട്ട സുഗന്ധമായിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് അസഖ്യത തോന്നുന്ന വാസനയായിരിക്കാം. പെർഫ്യൂംസിന്റെ സ്ഥിതി അതാണ്. എന്നാൽ ഓറഞ്ചിന്റെ സ്ഥിതി എന്താ? ഓറഞ്ചിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല. പെണ്ണുങ്ങളെ, ഗർഭകാലത്തിന്റെ ആദ്യ ദശകളിലൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന നമ്മൾ വാങ്ങി കയ്യിൽ പിടിക്കുന്ന ഒരു സാധനം ഓറഞ്ചാണ്. കാരണം മണം പുരട്ടുണ്ടാകുമ്പോൾ അതിങ്ങനെ മണത്താൽ നമ്മുടെ മനസ്സടങ്ങിക്കിടക്കും. പിന്നെ ഓക്കാനുണ്ടാവില്ല, ഛർദി ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയും, ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉദാഹരണം ഓറഞ്ച് പോലെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും അവനെ ഇഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹു അതിൽ നമ്മളെ പെടുത്തി തെരുമാറാവട്ടെ. എല്ലാ മനുഷ്യനും അവനെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും അവനോട് ഇഷ്ടമായിരിക്കും. കാരണം റബ്ബിന്റെ മഹബത്ത് കിട്ടുക. റബ്ബിന്റെ കലാം ഉച്ചരിക്കുമ്പോ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിനോടുള്ള സംസാരമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റബ്ബിനോട് സംസാരിക്കുന്നവരെ വല്ലാതെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോ ഒന്നാമത് അല്ലാഹു തആല തരുന്ന റമദാൻ എന്ന വാക്കിൽ, റമദാൻ എന്ന മാസത്തിന്റെ അക്ഷരങ്ങൾ 5 ഒന്നാമത്തെ ആണെങ്കിൽ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, റമദാൻ മാസത്തെ ആദരവോടെ ഒരാൾ സ്വീകരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ഒരു മഹത്വം അല്ലാഹുവിന്റെ റിദ്വാനാണ്, റബ്ബിന്റെ പൊരുത്തമാണെങ്കിൽ. രണ്ടാമത് കിട്ടുന്നത് മഹബ്ബത്തുല്ലാഹ്, റബ്ബിന്റെ സ്നേഹമാണ്, റബ്ബിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നമ്മളോട് കൂടുമ്പോഴാണ് നമ്മുടെ ദുർഗന്ധം പോലും റബ്ബിന്റെ അടുക്കൽ സുഗന്ധമായി മാറുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത്തെ അക്ഷരം ഏതാണ്? മൂന്നാമത്തെ അക്ഷരം ലാദാണല്ലോ. ലാദ്, ആ റമദാൻ എന്നതിലെ മൂന്നാമത്തെ അക്ഷരം ലാദാണ്. ലാദ് ലമാനുല്ലാഹ്, അല്ലാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കുകയാണ്, സംരക്ഷണം ലഭിക്കുകയാണ്. ലോകത്ത് മാരകമായ രോഗങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ലോകം ആഗ്രഹിക്കുന്ന റബ്ബിന്റെ ലമാനാണ്, റബ്ബിന്റെ സംരക്ഷണമാണ്. എന്നാൽ റമദാൻ മാസത്തെ ആദരവോടെ സ്വീകരിക്കുന്ന ഈമാനുള്ള ആണിനും പെണ്ണിനും മാരകമായ രോഗങ്ങളിലൊക്കെ അടിമപ്പെട്ടുകൊണ്ട് മരിക്കേണ്ട ദുസ്ഥിതി വരില്ല. റബ്ബിന്റെ ലമാനുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമാൻ അല്ലാഹുവിന്റെ സംരക്ഷണം. ഇനി ചുരുക്കി പറയാണ്, നാലാമത്തെ അക്ഷരം റമളാൻ, റാ അല്ലാഹുവിന്റെ റിദ്വാൻ പൊരുത്തം, മീം റബ്ബിന്റെ മഹബത്ത് സ്നേഹം, മൂന്നാമത്തെ ലാദ് ലമാൻ റബ്ബിന്റെ സംരക്ഷണം. നോമ്പ് റമളാൻ ആദരിച്ചാൽ കിട്ടുന്ന ഇതൊക്കെ. പിന്നെ പറയുന്നത് അലിഫാണ്. അലിഫ് എന്ന് പറഞ്ഞാൽ ഇൽഫത്തുള്ള റബ്ബുമായിട്ടുള്ള അടുപ്പം. റബ്ബുമായിട്ട് നമുക്ക് വല്ലാതെ അടുപ്പം കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുസ്ഥിതി അടിമയും ഉടമയും തമ്മിൽ വല്ലാതെ അകന്നുപോയി എന്നുള്ളതാണ്. അടിമയും ഉടമയും അല്ലാഹുവും മനുഷ്യരും തമ്മിൽ വല്ലാണ്ട് അകന്നു പോകുന്നു. ഇന്നലെ ഉള്ളതിനേക്കാൾ ഇന്ന് നമ്മൾ റബ്ബിൽ നിന്ന് വല്ലാതെ ഓടി അകന്നിരിക്കുന്നു. ആ അകൽച്ച കുറച്ചുകൊണ്ട് റബ്ബിനോട് കൂടുതൽ അടുപ്പം കിട്ടുക. മസാല അബ്ദീ ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ റജുലാ. റബ്ബിനോട് അടുപ്പം കിട്ടാറുള്ള മാർഗങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ സുന്നത്തായ കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. നാളെ എന്റെ വിഷയം ഇൻഷാ അല്ലാഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവിടെ സുന്നത്ത് നിസ്കാരങ്ങളെ പറയുമ്പോ, ഐച്ഛികമായ നിസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോ നമുക്ക് പറയാം, സുന്നത്തുകൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് റബ്ബിനോട് നമുക്ക് അടുപ്പം കിട്ടും. എന്നാൽ റമദാൻ മാസത്തെ ആദരവോടെ സ്വീകരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്ത്രീ സഹജമായി നിനക്ക് നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിലും, ദീനിലത് നിനക്ക് വിലക്കുണ്ടെങ്കിലും, ആ മാസത്തിൽ നിനക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും പരസ്യമായി നീ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തുകൊണ്ട് അതിന്റെ ഹുറുമത്തിനെ നശിപ്പിച്ച് കളയരുത്. നീ വളരെ ബഹുമാനത്തോടെ, റബ്ബേ ഇതേതാണ് മാസം, നിന്റെ ആകാശ ലോകത്ത് നിന്ന് തൗറാത്ത് ഇറക്കാൻ നീ തെരഞ്ഞെടുത്ത മാസമാണ്, സബൂർ ഇറക്കാൻ തെരഞ്ഞെടുത്ത മാസമാണ്, ഇഞ്ചീൽ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത മാസമാണ്, അമ്പിയാക്കന്മാരെ സുഹൂഫുകളൊക്കെയും ഇറക്കാൻ തെരഞ്ഞെടുത്ത മാസമാണ്. അതിലൊക്കെ അപ്പുറം വിശ്വ ഖുർആൻ ഫുർഖാനുള്ളതയും വനഅ്തഖിദുൽ ഖുർആന തൻസീലു റബ്ബിനാ.
به جاء جبريل النبي محمدا. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈവഴിയായി മഹാനായിരിക്കുന്ന അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറക്കി കൊടുത്ത മാസമാണ് ഈ മാസം. ഈ മാസത്തിലാണ് റബ്ബേ ഇതിനെ ആദരിച്ചവർക്ക് നീ പൊരുത്തം കൊടുക്കുന്നത്, ആദരിച്ചവരെ നീ സ്നേഹിക്കുന്നത്, ആദരിച്ചവർക്ക് നീ സംരക്ഷണം കൊടുക്കുന്നത്, ആദരിച്ച ആളുകൾക്ക് നീ നിന്റെ അടുപ്പം കൊടുക്കുന്ന മാസമാണിത്. അതുകൊണ്ട് നിന്റെ പൊരുത്തക്കേട് ഈ മാസത്തിൽ എനിക്ക് വരരുത്, നിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്, നിന്റെ സംരക്ഷണം എനിക്കില്ലാതെ പോകരുത്, നിന്നോടുള്ള അടുപ്പം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന സ്നേഹ ആ ചിന്തയോടുകൂടി ആ മാസത്തിന്റെ ഹുറമത്ത് നീ കാത്തു സൂക്ഷിച്ചാൽ അള്ളാഹുവിലേക്കുള്ള അടുപ്പം നിനക്ക് വർദ്ധിക്കുന്ന മാസമാണ് റമദാനെന്ന് മഹാനായിരിക്കുന്ന ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ അക്ഷരം ഇൽഫ്, ഈ അലിഫ് ഇൽഫത്തുള്ള അള്ളാഹുവിനോട് അടുപ്പം കൂടും റമദാൻ മാസത്തിൽ. അഞ്ചാമത്തേതും അവസാനത്തെയുമായ അക്ഷരം റമദാൻ എന്നതിലെ നൂനാണ്. നൂൻ എന്ന് പറഞ്ഞാൽ നൂറുള്ള അള്ളാഹുവിന്റെ പ്രകാശം നമ്മുടെ ഖൽബിനും മുഖത്തും മരിച്ചു കിടക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു തിളക്കം. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് പെരുമാറാവട്ടെ. റമദാനിന്റെ പൂർച്ചയാണ് നൂറുള്ള റബ്ബിന്റെ വെളിച്ചം കിട്ടും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ വായിച്ചെടുക്കണം. നോമ്പെന്ന് പറഞ്ഞാൽ ഒരു റമദാൻ വരും, കുറെ നോമ്പെടുക്കും, നമ്മൾ കുറെ സദഖ ചെയ്യും, റമദാൻ കഴിഞ്ഞു പോകും. ആ റമദാനിൽ നമുക്ക് റബ്ബിന്റെ റളവാൻ ലഭിച്ചോ? ആ റമദാനിൽ അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടിയോ? ആ റമദാനിൽ അള്ളാഹുവിന്റെ ലമാൻ കിട്ടിയോ? ക്യാൻസറും തുടങ്ങിയ മാരക രോഗങ്ങൾ ലോകത്ത് വരുമ്പോ റമദാനിന് ഞാൻ ആദരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ തടി അള്ളാഹു തആല ക്യാൻസറിന്റെ അടിമയാക്കില്ല എന്ന് ധൈര്യമായിട്ട് ഈമാനികമായി ഉറപ്പിക്കാൻ ധൈര്യമുള്ള റമദാനെ ആദരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ആദരിച്ചാൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അള്ളാഹുവിന്റെ റമദാനിൽ ഒരു മനുഷ്യനും മാരക രോഗങ്ങൾ അടിമപ്പെടേണ്ടി വരില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുപ്പം കിട്ടും. ഇതെല്ലാം കഴിയട്ടെ, മരിച്ചു കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ നൂറ്, അള്ളാഹുവിന്റെ വെളിച്ചം, പ്രകാശം അനുഭവിച്ചുകൊണ്ട് മരിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇങ്ങനെ എന്റെ ഉമ്മത്തികൾക്ക് 5 മഹത്വങ്ങൾ അള്ളാഹു തആല കൊടുത്തു റമദാൻ മാസത്തിൽ. മറ്റൊരു ഉമ്മത്തികൾക്കും ഇല്ലാത്തതാണത്. ആ 5 മഹത്വങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോമ്പുകാരന്റെ വായുടെ ഗന്ധം റബ്ബിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ പരിമളമുള്ളതാണ്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടപ്പോ ദുർഗന്ധം റബ്ബിന്റെ അടുക്കൽ സുഗന്ധമായി മാറി. ആ സുഗന്ധം കൊണ്ട് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ തിരിച്ചറിയുന്ന അവസ്ഥയുണ്ടായി. രണ്ടാമത് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വതസ്തഗ്ഫിറു ലഹുൽ മലായികതു ഹത്താ യഫ്തിറു. ചിന്തിച്ചോ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ അവന് വേണ്ടി പൊറുക്കലിന് തേടാൻ അല്ലാഹു തആല മലക്കുകളെ ഒരുക്കി നിർത്തുകയാണ്. വാനലോകത്തുള്ള മലക്കുകളുടെ വാസസ്ഥലം ആകാശലോകമാണല്ലോ. ആകാശലോകത്തുള്ള മലക്കുകളെ മുഴുവനും ആ നോമ്പുകാരന് വേണ്ടി അവൻ നോമ്പ് തുറക്കുന്നതുവരെ പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ. അങ്ങനെ ചില മലക്കുകളുണ്ട്. ഒരാള് വീട്ടിൽ നിന്ന് ഒളുവെടുത്തിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോ ആ മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 2 മലക്കുകൾ അല്ലാഹു തആല അവന്റെ കൂടെ അയക്കുന്ന. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഒളുവെടുക്കുക, ഒളു വീട്ടിൽ നിന്നാണ് എടുക്കേണ്ടത്. പള്ളിയിൽ വെള്ളമില്ലാത്തോണ്ടല്ല, വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് പള്ളിയിൽ വരുന്ന കൂലി പള്ളിയിൽ വന്ന് ഒളുവെടുക്കുന്നതിനില്ല. വീട്ടിൽ നിന്ന് ഒളു ചെയ്തുകൊണ്ട് ഒരാൾ ജമാഅത്തിന് ലക്ഷ്യമാക്കി പള്ളിയിലേക്ക് വന്നാൽ വരുമ്പോൾ തന്നെ പുറപ്പെടുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂടെ 2 മലക്കുകളെ അയക്കും പ്രൊട്ടക്ട് ചെയ്യാൻ. അവന്റെ കാവൽക്കാരായിട്ട് 2 മലക്കുകളെ അയക്കും. ആ മലക്കൾ അവന്റെ പിന്നാലെ നടന്നുകൊണ്ട് ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ ഗുഫിർ ലഹു അല്ലാഹുമ്മ റഹ്മഹു അല്ലാഹുമ്മ തുബ് അലൈഹി. ആ മലക്കളുടെ ദ്വാരക്കുന്ന ദുആ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ ഗുഫിർ ലഹു, പടച്ചവനെ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ റഹ്മഹു, പടച്ചവനെ ഈ മനുഷ്യന് നീ റഹ്മത്ത് ചെയ്യണേ. അല്ലാഹുമ്മ തുബ് അലൈഹി, ഈ മനുഷ്യന്റെ തൗബ നീ സ്വീകരിക്കണേ എന്ന് ആ മലക്കൾ ആ മനുഷ്യന് വേണ്ടി നിരന്തരമായി ദുആ ചെയ്തുകൊണ്ട് അവന്റെ പിന്നാലെ മലക്കൾ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കളുടെ പ്രാർത്ഥന എവിടം വരെ എന്നറിയുമോ? അവൻ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം വരെയും ആ മലക്കളുടെ പ്രാർത്ഥനയുണ്ട്. മാലം യുഹ്ദിസു, അവൻ ആ ദുനിയവയായ സംസാരത്തിൽ ഏർപ്പെടാതിരിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ അവന്റെ ഉളൂ മുറിയുന്ന കാലം വരെ ആ മലക്കിന്റെ പ്രാർത്ഥനയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ
മാലം യുഹദിസ് അല്ലെങ്കിൽ മാലം യുഹദ്ദിസ്, അവൻ ദുന്യവിയായ സംസാരത്തിൽ ഏർപ്പെടുന്നത് വരെ. പള്ളിക്കേരി കുത്തിരുന്ന് നാടൻ വർത്താനം പറഞ്ഞ പിന്നെ മലക്കൾ ദ്വാ നിർത്തും, അല്ലെങ്കിൽ അവന്റെ ഊതു മുറിഞ്ഞാൽ അതോടുകൂടി മലക്കൾ പ്രാർത്ഥന നിർത്തും. അപ്പൊ ഇവിടെ മലക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാം, എന്നാൽ ഒരു മാസം മുഴുവനും നമുക്ക് വേണ്ടി ദുആ ചെയ്യാം. മലക്കൾ അല്ലാഹു ഒരുക്കി നിർത്തുന്നു. മലക്കളുടെ പണി അതാണല്ലോ, അജ്സാദുൻ നൂറാനിയ യതശക്കലൂന ബിഅസ്കാലിൻ മുഖ്തലിഫത്തിൻ ലാ യഅസൂനല്ലാഹ ഫീമാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ഒരു പ്രത്യേകതരം സൃഷ്ടികളാണ് മലക്കുകൾ. അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളെ അക്ഷരപ്രതി ചെയ്യുന്നവരും അനുസരിക്കുന്നവരും റബ്ബിന് വിരുദ്ധമായി യാതൊരു പ്രവർത്തനവും ചെയ്യാത്തവരുമാണ് മലക്കുകൾ. ആ മലക്കുകളതാ നോമ്പുകാരന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊറുക്കലിനെ തേടൽ എവിടം വരെ എന്നറിയുമോ? ഇതാരെ പൊറുക്കലിനെ തേടലാണ്? എന്റെയും നിങ്ങളുടെയുമല്ല, പാപഭംഗിലമായ ജീവിതം നയിക്കുന്ന നമ്മുടെ ഇസ്തിഗ്ഫാറല്ല. ഒരു പാപത്തിന്റെ ചിന്ത പോലും മനോമുഖരത്തിൽ ഉദിച്ചു വരാൻ അർഹതയില്ലാത്ത പാപസുരക്ഷിതരായ അല്ലാഹുവിന്റെ മാലാഖമാരുടെ പൊറുക്കലിനെ തേടലാണ്. പടച്ചവനെ, നോമ്പുകാർക്ക് നീ പൊറുത്തു കൊടുക്കണേ. പടച്ചവനെ, നോമ്പുകാരുടെ പാപം നീ പൊറുത്തു കൊടുക്കണേ എന്ന് നോമ്പുകാരൻ നോമ്പെടുത്തത് മുതൽ അവൻ നോമ്പ് തുറക്കുന്നത് വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ മലക്കുകൾ അവർക്ക് വേണ്ടി എന്ന 5 പ്രത്യേകത മറ്റു ഉമ്മത്തികൾക്കില്ലാത്ത അള്ളാഹുവിന്റെ നബിയുടെ പ്രഖ്യാപനം അതാണ്. കൊടുത്തിട്ടുണ്ടതിൽ ഒന്നാമത്തെ പ്രത്യേകത, നാലാമത്തെ പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വതസ്തഗ്ഫിറു ലഹുൽ മലായിക, മലക്കുകൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. ഹത്താ യുഫ്തിറൂ. സാലിഹീങ്ങളുടെ നോമ്പാണതൊക്കെ. അല്ലാഹു സാലിഹീങ്ങളുടെ നോമ്പില്ല നമ്മുടെ ജന്നതഹു فيقول لها استعدي وتزيني لعبادي يوسك أن يستريحوا من تعب الدنيا إلى دار الآخرة دار الكرامة. സ്വർഗത്തെ അല്ലാഹു തആല അലങ്കരിച്ചു വെക്കുകയാണ്, മൊഞ്ചു കൂട്ടി വെക്കുകയാണ്. സ്വർഗത്തിനെ അലങ്കരിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് സ്വർഗത്തോട് പറയാണ്, സ്വർഗമേ നീ ഒരുങ്ങി നിന്നോ. എന്റെ ഇബാദുകൾ കണ്ടില്ലേ, വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, കഠിനമായ ക്ഷീണം സഹിച്ചുകൊണ്ട് അവർ നോമ്പെടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയുമോ? മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന 5ഓളം പ്രവർത്തനങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രവർത്തനം ഏതാണ്? നോമ്പെടുക്കലാണ്. നോമ്പെടുക്ക തഖ്വ കിട്ടാൻ വേണ്ടി. നോമ്പ് എന്ന് പറയുന്ന തഖ്വയുടെ തിരിച്ചുവരവിനാണ്. അല്ലാഹു അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ്. അപ്പൊ നോമ്പെടുക്കുമ്പോൾ നമുക്ക് തഖ്വ കിട്ടാൻ. തഖ്വ കിട്ടുന്നത് എന്തിനാണ്? ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സ്വർഗം കിട്ടാനാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വർഗം കിട്ടണമെങ്കിൽ മുത്തഖിയാകണം. മുത്തഖിയാകണമെങ്കിൽ നോമ്പെടുക്കണം. 5 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ മുത്തഖിയാകുമെന്ന് പറഞ്ഞു. അതിൽ ഒരു കാര്യം പറഞ്ഞ നോമ്പെടുക്കലാണ്. ആ നോമ്പെടുക്കലോടുകൂടി മനുഷ്യൻ മുത്തഖിയാവുകയാണ്. മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗമാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും അല്ലാഹു തആല സ്വർഗത്തോട് പറയും, തസയ്യനി, നീ മൊഞ്ചായി നിന്നോളൂ, നീ അലങ്കൃതമായിക്കോളൂ, സൗന്ദര്യം വർദ്ധിപ്പിച്ചോളൂ. സ്വർഗമേ, എന്റെ പ്രിയപ്പെട്ട അടിമകൾ അവർക്ക് ഭക്ഷണം കാണുമ്പോൾ കഴിക്കാൻ മോഹമുണ്ട്. പക്ഷേ അവരെ നിയന്ത്രിച്ചു നിർത്തിയത് എന്നെക്കുറിച്ചുള്ള ബോധമാണ്. ഭക്ഷണം കഴിച്ചാൽ അവരെ ആരും തടഞ്ഞു വെക്കാനില്ല. പക്ഷെ അവർ ഭക്ഷണത്തെ വേണ്ടെന്ന് വെച്ചത് എന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. എന്റെ പൊരുത്തം വഴി നിന്നെ കിട്ടാനാണ് സ്വർഗമേ. അതുകൊണ്ട് എന്റെ ഇബാദുകളതാ നോമ്പെടുത്തിരിക്കുന്നു. അവർക്ക് ഭക്ഷണത്തോട് മോഹമുണ്ടായിട്ടും അവർ ഭക്ഷിച്ചില്ല. ദാഹിച്ചു വലഞ്ഞപ്പോഴും അവരുടെ മുമ്പിൽ വെള്ളം ലഭ്യമായിട്ടും അവർ വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചില്ല. അവരുടെ ഭാര്യമാരവരുടെ തൊട്ട് മുമ്പിൽ ഉണ്ടായിട്ടും
അവർക്ക് വൈകാരികമായിട്ട് ചിന്ത വന്നില്ല. കാരണം നോമ്പെന്ന് പറയുന്ന ഒരു പരിചയാണ് അവരെ തടഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് സ്വർഗമേ നിന്നെയാണ് അവർ ആ നോമ്പ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. തഖ്വയിലൂടെ സ്വർഗം നേടാനാണ് അവരുടെ മോഹം. അതുകൊണ്ട് സ്വർഗമേ നീയൊന്നൊരുങ്ങണേ, നീയൊന്നൊരുങ്ങണേ, നീയൊന്ന് ഭംഗിയാവണേ, നീയൊന്ന് മുൻജാകണേ. റസൂലുള്ളാഹി. നാലാമത്തെ പ്രത്യേകത എന്താണ്? എന്റെ ഉമ്മത്തികൾക്കുള്ള പ്രത്യേകതകളിൽ നാലാമത്തേത്, അല്ലാഹു തആല ആ മാസത്തിൽ പിശാചിനെ പിടിച്ചു ചങ്ങലയ്ക്ക് ബന്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റു മാസങ്ങളിൽ പൈശാചികമായ പല പ്രേരണകൾക്കും മനുഷ്യൻ അടിമപ്പെട്ടു പോകുമെങ്കിലും റമദാൻ മാസം കടന്നു വരുമ്പോൾ പിശാചിന്റെ പ്രേരണകൾക്ക് കൂടുതലായി മനുഷ്യൻ അടിമപ്പെടില്ല. കാരണം അവനെ നിയന്ത്രിക്കുകയാണ്. ഞാൻ നോമ്പുകാരനാണല്ലോ. ഒരു ഹറാമ് കാണുമ്പോൾ അവന്റെ മനസ്സ് അവനെ പിന്തിരിപ്പിക്കുകയാണ്. നീ നോമ്പുകാരനാണ്, അത് കാണാൻ പാടില്ലാത്ത ഘട്ടമാണിത്. റമദാൻ മാസത്തിന്റെ ഹുർമത്തിന് നഷ്ടപ്പെടുത്തരുത്. നിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ പൊരുത്തമാണ്. നിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതിയാണ്, അല്ലാഹുവിന്റെ പൊരുത്തമാണ്. അതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിക്കുന്ന, റബ്ബിന്റെ പ്രീതി കാംക്ഷിക്കുന്ന, റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ റിദ്വാനും റബ്ബിന്റെ ദമാനും റബ്ബിന്റെ സംരക്ഷണവും റബ്ബിന്റെ പൊരുത്തവും ആഗ്രഹിക്കുന്ന ഒരാളും അത് ചെയ്യരുത്. ഒരു നോമ്പുകാരനും അത് കേൾക്കരുത്, അത് കാണരുത്, ഗീബത്ത് കേൾക്കരുത്, പറയരുത്, ഹറാമ് കാണരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടവന്റെ മനസ്സ് ഈമാനികമായിരിക്കുന്ന നോമ്പിന്റെ മനസ്സവനെ തടഞ്ഞു വെക്കുകയാണ്. അസ്സൗമു ജുന്ന. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നോമ്പൊരു പരിചയാണ്. എല്ലാ ഹറാമിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയം. ശത്രുവിന്റെ വെട്ടിനെ തടയാൻ പരിചയം ഉപയോഗിക്കുന്നത് പോലെ ഹറാമിനെ തടയാൻ മനുഷ്യന്റെ ഈമാനാകുന്ന മനക്കരുത്ത് നോമ്പുകാരനെ പ്രേരിപ്പിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി അഞ്ചാമത്തെ പ്രത്യേകതയോ, ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈലത്തിൻ, നോമ്പിന്റെ അവസാനത്തെ രാവെത്തുമ്പോൾ, റമദാൻ അവസാനത്തെ രാവെത്തുമ്പോ ഗഫറല്ലാഹു ലഹും ജമീഅ, അള്ളാഹു എല്ലാ ഇബാദുകളുടെയും ദോഷം പുറത്തു കൊടുക്കും. അത് ഈ ഉമ്മത്തികൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു 5 പ്രത്യേകത എന്റെ ഉമ്മത്തികൾക്കുണ്ട്. ആ 5ന്റെ അപ്പുറം വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞ, ഉഅ്തിയത ഉമ്മത്തി ഫീ ശഹ്രി റമദാന ഖംസ. വീണ്ടും ഒരു 5 കാര്യം എന്റെ ഉമ്മത്തികൾക്ക് അള്ളാഹു റമദാൻ മാസത്തിൽ കൊടുത്തു. ലം യുഅ്തഹുന്ന നബിയും ഖബ്ലി, എന്റെ മുമ്പുള്ള ഒരു നബിമാർക്കും തന്നെ അല്ലാഹു തആല മഹത്വം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അമ്മാ വാഹിദത്തും മിന്ന, ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ നദറല്ലാഹു അസ്സ വജല്ല ഇലൈഹിം വമൻ നദറല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബഹു അബദാ. ഒന്നാമത്തെ പ്രത്യേകത, മുമ്പുള്ള ഒരു നബിമാർക്കും അല്ലാഹു തആല കൊടുക്കാത്ത റമദാനിൽ എന്റെ ഉമ്മത്തികൾക്ക് മാത്രം റബ്ബ് കൊടുത്ത പ്രത്യേകതകളിൽ നേരത്തെ പറഞ്ഞ 5ന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രത്യേകതകൾ. ആ മറ്റ് 5 പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത, ഒന്നാമത്തെ റമദാനിന്റെ ഒന്നാമത്തെ രാവിന്റെ വിളംബരം പള്ളികളിൽ നിന്ന് ഉയർന്നു കേൾക്കുമ്പോൾ തന്നെ ഈമാനികമായി സന്തോഷം ഉൾക്കൊള്ളുന്ന മുസൽമാന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് റബ്ബ് അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടമറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. റമദാൻ മാസം ഒന്നായാലോ കാലിമാർ ഉറപ്പിച്ചു എന്ന് വരും പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ പടച്ചോനെ, ആയുരാരോഗ്യത്തോടെ എത്രയോ ആളുകൾ കഴിഞ്ഞ കൊല്ലം റമദാന് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു രോഗം ഉണ്ടായിരുന്നില്ല, ഒരു വിഷമമില്ല. അവരൊക്കെ ഈ റമദാനാകുമ്പോഴത്തിന് മരിച്ചുപോയി. അവർക്ക് അടുത്ത റമദാൻ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷേ അവരിൽ നിന്ന് എനിക്ക് നീ വീണ്ടും ജീവിക്കാനും ആരോഗ്യത്തോടെ ഒരു റമദാനെ കൂടെ വരവേൽക്കാനും അതിന് കാതോർക്കാനുമുള്ള ഭാഗ്യം തന്നല്ലോ, അൽഹംദുലില്ലാ എന്നൊരാള് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അല്ലാഹു തആല പറയുന്ന അപ്പൊ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനിലേക്ക് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു റഹ്മത്തിന്റെ നോട്ടം, അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടൽ എങ്ങനെയാണ്? പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണെ വിവാഹിതയാണോ, നിന്റെ ഭർത്താവ് കയറി വരുമ്പോ നീ നിന്റെ ഭർത്താവിന്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജീവിതത്തിന്റെ പ്രയാസകരമായിരിക്കുന്ന അധ്യായങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ തന്റെ മകൾ വന്നുകൊണ്ട് തന്റെ രോഗത്തിന്റെ അവസ്ഥ പറഞ്ഞു നബിയോട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ നിനക്ക് രോഗമുണ്ടെന്നറിയാം, വീട്ടിൽ പട്ടിണിയാണെന്നറിയാം, കഷ്ടപ്പാടാണെന്നറിയാം, ദുരിതമാണെന്നറിയാം മോളെ. പക്ഷേ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയും പ്രയാസങ്ങളുമൊക്കെ
മാറിക്കിട്ടാനും അതുവഴി നിനക്ക് ആഖിറത്തിൽ ഉന്നതമായ ദർജ കിട്ടാനുമുള്ള ചില അമലുകൾ ഞാൻ പഠിപ്പിച്ചു തരാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകൾക്ക് അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം, മോളെ ഫാത്തിമ, നിന്റെയും നിന്റെ ഭർത്താവിന്റെയും നിങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്ന കിടപ്പറയിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഉണർന്നെഴുന്നേറ്റുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി നിന്റെ ഭർത്താവ് വീട് വിട്ട് പുറത്തു പോയാൽ ആദ്യം നീ ചെയ്യേണ്ട പണി നിന്റെ ഭർത്താവും നീയും കിടന്നുറങ്ങിയ കിടപ്പറ വൃത്തിയായി മനോഹരമായി വിരിച്ചൊരുക്കി വെക്കലാണ് ഫാത്തിമ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അവൻ കടന്നു വരുമ്പോ അവൻ കടന്നു വരുന്നു എന്ന വിവരം നീ അറിയുമ്പോ മെല്ലെ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവനെ സ്വീകരിക്കാൻ നീ ഉമ്മറത്ത് നിന്റെ കവാടത്തിൽ ചെന്ന് കാത്തിരിക്കലാണ് ഫാത്തിമ. അവൻ കടന്നു വരുമ്പോൾ അവന്റെ കയ്യിൽ കരുതിയ സമ്മാന പൊതികൾ, ഭക്ഷണത്തിന്റെ പൊതി അവന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങി കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് അവനെ മുന്നിൽ നടത്തി പിന്നാലെ നീയും കടന്നു വരണം, സ്വീകരിച്ച് കൊണ്ടുവരണം ഫാത്തിമ. അങ്ങനെ നീ കൊണ്ടുവരുമ്പോൾ ഇതാ നദറ റജുലി ഇലാ ഇംറഅതിഹി വനദറത ഇലൈഹി നദറല്ലാഹു ഇലൈഹി മാ നദറത റഹ്മത്തിൻ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്കോ ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്കോ സന്തോഷത്തോടുകൂടി ഒന്ന് നോക്കിയിട്ടൊന്ന് പരസ്പരം സന്തോഷം പങ്കുവച്ചാൽ ആ സമയത്ത് തന്നെ അർശിന്റെ അധിപനായ അല്ലാഹു തആല രണ്ടുപേരിലേക്കും റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടുന്ന ചില ഘട്ടങ്ങളാണ്. ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് സന്തോഷത്തോടു കൂടി ഒന്ന് നോക്കുക, അത് കണ്ടുകൊണ്ട് ഭർത്താവിന്റെ മനസ്സ് സന്തോഷിക്കുക, അപ്പൊ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടമെങ്ങാനും ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ അയാൾ നരകത്തിൽ കടക്കേണ്ടി വരില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, റമദാൻ മാസം കണ്ടു എന്ന വിവരം പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, ഞാൻ കരുതി റമദാൻ ഇന്നാവൂലെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ആയല്ലോ അൽഹംദുലില്ലാഹ്. പടച്ചോനെ, റമദാനിലേക്ക് റജബ് 1 മുതൽ തുടങ്ങിയ പ്രാർത്ഥന എന്നെ ഇവിടെ എത്തിച്ചല്ലോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അൽഹംദുലില്ലാഹ് എന്ന് ഒരാൾ മനസ്സുകൊണ്ട് സന്തോഷിച്ച റമദാനിന്റെ വരവിൽ സന്തോഷിച്ച. നേരത്തെ ഞാൻ പറഞ്ഞു, ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരം അള്ളാഹു നരകത്തിൽ നിന്ന് ഹറാമാക്കും. ഒന്ന്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനെ ഒരാൾ അമ്മ വാഹിദത്തും മിൻഹാ ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാൻ മാസത്തിലെ 1ാമത്തെ രാവായി കഴിഞ്ഞാൽ, ആ രാവ ആയി എന്നുള്ള വിവരം മുഅ്മിനീങ്ങൾ അറിയുമ്പോൾ അവന് മനസ്സുകൊണ്ട് സന്തോഷിച്ചാൽ നദറല്ലാഹു അസ്സ വജല്ല ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു തആല നോക്കുമത്രേ. എന്ത് നോട്ടമെന്നറിയുമോ? റഹ്മത്തിന്റെ നോട്ടം, സ്നേഹത്തോടെയുള്ള നോട്ടം, കാരുണ്യത്തിന്റെ നോട്ടം. വമൻ നദറല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബഹു അബദാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടത്തിൽ പെടാൻ കഴിഞ്ഞാൽ, ആ നോട്ടം ലഭിച്ചാൽ ലം യുഅദ്ദിബഹു അബദാ, പിന്നെ ഒരിക്കലും അയാളെ അദാബാക്കപ്പെടുകയില്ല, ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. ഖബറില്ലതാവില്ല, മഹ്ശറയില്ലതാവില്ല, നരകത്തില്ലതാവില്ല. നേരെ അയാൾ സ്വർഗത്തിലേക്കാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കാൻ ഭാഗ്യം ലഭിക്കുന്നവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് എന്റെ ഉമ്മത്തികളുടെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ വമ്മല്ലയിലെത്തു ഫൈനമസാനിയത്തു, രണ്ടാമത്തെ പ്രത്യേകത നേരത്തെ പറഞ്ഞ തന്നെ, വൈകുന്നേരമാകുന്ന സമയത്ത് നോമ്പുകാരന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗന്ധം, അത് ആ സാധനമുണ്ടല്ലോ, ആ ഗന്ധത്തിന് റബ്ബിന്റെ അടുക്കൽ കസ്തൂരിയുടെ പരിമളമായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നോമ്പിന്റെ കൂട്ടറ് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമപ്പോൾ പരിമളം വീശുന്നേ, കസ്തൂരിയേക്കാൾ അത്യബാണ് അവർക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടുത്തെ 3ാമത്തെ ഊത്ത് കാഹളത്തിൽ ഊതുമ്പോൾ 3ാമത്തെ ഊത്തോടുകൂടി മരിച്ചു കിടക്കുന്ന മുഴുവൻ ആളുകളും കബറ് പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് എഴുന്നേറ്റുകൊണ്ട് ഓടുമ്പോ ഈ ഉമ്മത്തികളെ ഇറങ്ങി അവരെ ഖബറിൽ നിന്ന് ഉയരുമ്പോ തന്നെ അവരുടെ വായിൽ നിന്ന് വരുന്ന ഗന്ധം അത് കസ്തൂരിയുടെ പരിമളമാണ്. മറ്റുള്ള നബിമാരുടെ ഉമ്മത്തികൾ മുഴുവനും അത്ഭുതപ്പെടുമത്രേ. എവിടുന്നാണ് സുഗന്ധം അടിച്ചു വീശുന്നത്? എവിടുന്നാണ് സൗരഭ്യം പരക്കുന്നത്? ആരിൽ നിന്നാണ് ഇത്രയും മനോഹരമായ സൗരഭ്യമുള്ളത്? വർഷങ്ങളോളം ഖബറിൽ കിടന്നുകൊണ്ട് ചീഞ്ഞളിഞ്ഞു പോയ ജഡങ്ങൾ മുഴുവനും കൂട്ടിച്ചേർത്തുകൊണ്ട് ഭൂമി ലോകത്തേക്ക് വിടുമ്പോ മുശ്രിക്കീങ്ങളുടെ
മുനാഫിക്കുകളുടെയും കുഫാറുകളുടെയും അതേപോലെയുള്ള റബ്ബിനെ മറന്ന് ജീവിച്ചവരുടെയും ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഭൂമിയിൽ പരക്കുമ്പോ, അന്തരീക്ഷത്തിൽ പരക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളെ നേർക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് പരക്കുന്നത് സുഗന്ധമായിരിക്കും. ആ സുഗന്ധം പരക്കാറുള്ള കാരണം അവർ നോമ്പുകാരായി ജീവിച്ചതുകൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളെ മറവ് ചെയ്തിട്ട് അയാളുടെ മരണത്തിൽ എന്തോ ദുരൂഹതയുള്ളതുകൊണ്ട് നിയമപാലകർ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കബറ് മാന്തണമെന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെ എല്ലാവരും രക്ഷപ്പെടുത്തുമാറാവട്ടെ, അള്ളാഹു കാക്കട്ടെ. അങ്ങനെ മാന്താണെങ്കിൽ നമ്മൾ ആ പരിസരത്ത് നിൽക്കൂല, അത്രക്ക് ദുർഗന്ധമായിരിക്കും. ഇതേ അവസ്ഥ നാളെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ ഊത്തൂതുമ്പോ കബറിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരുമ്പോ കാഫിരീങ്ങളുടെയും മുശ്രിക്കീങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ നിന്ന് ഈ ദുർഗന്ധം അന്തരീക്ഷം പരക്കുമെന്നാണ് ചരിത്രം പറയുന്നത്. മഹാനായിരിക്കുന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ആഖിറത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം എഴുതിയ മഹാനായിരിക്കുന്ന ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു എഴുതിയ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്നത് ആ ദുർഗന്ധം കേട്ടുകൊണ്ട് മനുഷ്യന്മാർ ബോധം കെട്ട് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടാകുമെന്നാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ദുർഗന്ധം പരക്കുന്ന ആ മഹ്ശറയിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾ കടന്നു വരുമ്പോ അവരുടെ ശരീരത്തിന് ദുർഗന്ധമല്ല, പകരം സുഗന്ധമാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് അന്തരീക്ഷത്തിൽ പരക്കുന്ന സുഗന്ധമാണ്. എല്ലാ ദുർഗന്ധങ്ങളെയും മായ്ച്ചു കളയുന്ന സുഗന്ധമാണ്. എന്തുകൊണ്ടെന്നറിയുമോ? റമദാൻ മാസത്തിൽ നോമ്പെടുത്ത ഒരൊറ്റ കറാമത്ത് കൊണ്ട്, ബഹുമാനം കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്തരമൊരു സുഗന്ധത്തോടുകൂടി മഹ്ശറയിൽ അടുക്കാൻ, അത്തരമൊരു സുഗന്ധത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തിരിച്ചറിയാൻ നമ്മൾ മാനസികമായിട്ടൊന്ന് ആഗ്രഹിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അതാണെങ്കിൽ മൂന്നാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അമ്മസാലിസു ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. എല്ലാ രാത്രിയിലും പകലിലും അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പൊറുക്കലിനെ തേടുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് തന്നെ. നാലാമത്തേത് അള്ളാഹു തആല സ്വർഗ്ഗത്തെ ഒരുക്കി നിർത്തുകയാണ്. ആർക്ക് വേണ്ടി എന്നറിയുമോ? നോമ്പുകാർക്ക് വേണ്ടി. അഞ്ചാമത്തേത് ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈലത്തിൻ ഗഫറല്ലാഹു ലഹും ജമീഅ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, രണ്ടെണ്ണം കൂട്ടി വായിച്ചു. ഇവിടെ ഒന്ന് മഹിസ്രയിൽ നോമ്പുകാരുടെ സുഗന്ധം പരക്കും. മറ്റൊന്ന് പറഞ്ഞത് ആ മനുഷ്യന്മാർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായിട്ട് അല്ലാഹു തആല പറയുന്നു. ഒന്നാമത്തെ രാവാകുമ്പോ അല്ലാഹു തആല അവരിലേക്ക് കാരുണ്യത്തോടെയുള്ള നോട്ടമറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ നിലക്കൊക്കെയുള്ള പുണ്യങ്ങൾ നിറഞ്ഞ, പുണ്യങ്ങളും മഹത്വങ്ങളും നിറഞ്ഞ ഒരു മാസം കടന്നു വരുമ്പോ ഈമാനുള്ളവൻ അവന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, പടച്ചവനെ റമദാൻ കടന്നു വരുന്നല്ലോ, നോമ്പ് വരുന്നല്ലോ എന്നതിൽ സന്തോഷിക്കുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഫരിഹ ബിദുഖൂലി റമദാൻ. റമദാനിന്റെ വരവിൽ ആരെങ്കിലും സന്തോഷമുള്ളവനായാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ. റമദാൻ വരുന്നല്ലോ എന്നതിൽ ഒരാൾ സന്തോഷിച്ചാൽ അവന്റെ ശരീരത്തെ അള്ളാഹു നരകത്തെ തൊട്ട് ഹറാമാക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഒരു മാസം നമ്മുടെ വെളിപ്പാടകലെ എത്തി നിൽക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. 10 മണിക്ക് നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചു. 10 മാസങ്ങളുടെ നേതാവ്. അതേപോലെ തന്നെ ലോകത്തേക്കുള്ള എല്ലാ ഇലാഹിയായ കിതാബുകളും അല്ലാഹു തആല അമ്പിയാക്കന്മാർക്ക് ഇറക്കിയ മുഴുവൻ കിതാബുകളും അവതരിപ്പിച്ച പുണ്യകരമായിരിക്കുന്ന ഒരു മാസം. റബ്ബിന്റെ റിളവാനും റബ്ബിന്റെ നൂറ് പ്രകാശം കിട്ടുന്ന ഒരു മാസം. അല്ലാഹു തആല ഈ ഉമ്മത്തികൾക്ക് പ്രത്യേകമായി നൽകിയ ഒരുപാട് പുണ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാസം. ഉറങ്ങിയാൽ പ്രതിഫലം കിട്ടുന്ന ഒരു മാസം. മിണ്ടാതിരുന്നാൽ തസ്ബീഹിന്റെ കൂലി കിട്ടുന്ന